heart, I'm giving out. Every song on my lips, I'm singing out. Any fear in my soul, I'm letting go. And anyone who asks, I'll let them know. She's the one, I say it loud. She's the one, I say it proud. Ring a bell for the whole crowd. Ring a bell, I'm telling the world that I found the girl, the one I can live for, the one who deserves. Every part of my heart I'm giving out. Every song on my lips I'm singing out. Any fear in my soul I'm letting go. And anyone who asks I'ma let them know. She's the one, I say it loud. She's the one, I say it proud. Ring a bell for the whole crowd. Ring a bell, I'm telling the world that I found the girl, the one I can live for, the one who deserves to give all the lies a reason to fly, the one I can live for, a reason for life. Oh, hey, oh, oh, hey, oh, yeah, yeah. Oh, hey, oh, oh, hey, oh, yeah, yeah. Oh, hey, oh, oh, hey, oh, yeah, yeah. Oh, hey, oh, I'm telling the world that I found the girl, the one I can live for, the one who deserves to give all the lies a reason to fly, the one I can live for, a reason for life. Oh, hey, oh, oh, hey, ഓരോ നാളും എൻ്റെ ഭാരം ചുമക്കുന്ന, ഓരോ നാളും എൻ്റെ ഭാരം ചുമക്കുന്ന ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. വൻകൃപയിലെന്നെ ഇന്നയോളം കാത്തു, വൻകൃപയിലെന്നെ ഇന്നയോളം കാത്തു. ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പകലിൽ നമുക്കിങ്ങനെ ഒന്നിച്ചു കൂടുവാൻ കർത്താവ് സാവകാശങ്ങളെ തന്നത് ഭവനത്തിലേക്ക് അറിയിച്ചാൽ ഇനി വേണ്ടി അവർക്ക് ദൈവദാനമായി 2 പൈതങ്ങളെ കൊടുത്ത് തക്കസമയമായപ്പോൾ മൂത്ത മകൻ റിജോയുടെ വിവാഹത്തിൻ്റെ ക്രമീകരണങ്ങളും ആലോചനകളൊക്കെ നടന്നു. അതിൻ്റെ എൻഗേജ്മെൻറ്റ് ശുശ്രൂഷകൾ ഇന്ന് പറഞ്ഞ് നടക്കുകയാണ്. 19-ാം തീയതി വിവാഹ ശുശ്രൂഷ നടക്കും. പ്രിയ മകൻ റിജോയ്ക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന ക്രിസ്ത്യ മോളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഭവനത്തിൻ്റെ പ്രിയ മകൾ റിയ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ എൻഗേജ്മെൻറ്റ് ശുശ്രൂഷകളും തുടർന്ന് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുവാനും യാത്രകളിലേക്ക് കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാകേണ്ടതും ഈ ശുശ്രൂഷകളെല്ലാം കൊണ്ടും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകേണ്ടതും നമുക്ക് ചേർന്ന് അല്പസമയം കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം. ഈ സമയത്ത്
ഒരു വേദഭാഗം വായിക്കുന്നു. 23-ാമത് സങ്കീർത്തനം. യഹോവ എൻ്റെ ഇടയനാകുന്ന എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പറങ്ങളിൽ അവൻ എന്നെ കിടത്തും. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തും. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമം നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തും. ഊരിലും താഴ്വരയിൽ കൂടി നടന്നാൽ ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടിയിരിക്കുന്നുവല്ലോ. നിന്റെ വഴിയും പോലും എന്നെ ആശ്വസിക്കുന്നു. എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് മുഴുവൊരുക്കും. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഈ കുടുംബത്തെ ഓർത്തുകൊണ്ട് നമുക്ക് അല്പസമയം സ്തോത്രം ചെയ്യാം. ദാനമായി കൊടുത്ത 2 മക്കളെയും ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യാം. തലമുറകളെ പത്യുപദേശത്തിലും ദൈവകൃപയിലും വളർത്തുവാൻ കർത്താവ് അനുഗ്രഹിച്ചത് ഓർത്ത് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പ്രിയ മകന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പ്രിയ കസിയ മോളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാൻ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ഞങ്ങളുടെ പ്രിയ കർത്താവേ, അവിടുന്ന് നല്ലവനായി വിശ്വസ്തനായി വാക്ക് പറഞ്ഞ മാറാത്തവനായി ഈ ഭവനത്തോട് കൂടെയിരുന്നു. ഭവനത്തെ അവിടുന്ന് എത്രത്തോളം അനുഗ്രഹിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്ന് കർത്താവ് എത്രത്തോളം കൊണ്ടുവന്നു. നന്മകളും അർഹിക്കാത്തതായ ഉന്നമനങ്ങളും അർഹിക്കാത്തതായ മാന്യതകളും ഒക്കെ കുടുംബത്തെ അവിടുന്ന് സഹായിച്ചുവല്ലോ. പ്രിയരെ ചാനായി പ്രാർത്ഥിക്കുന്നു. അവർക്ക് ദാനമായി കൊടുത്ത 2 കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരുടെ കുഞ്ഞുങ്ങളുടെ തലമുറയുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ, ആത്മീക കാര്യങ്ങളിൽ, ഭൗതിക കാര്യങ്ങളിൽ, ഓരോ ഘട്ടങ്ങളിലും തലമുറകൾക്ക് ആവശ്യമുള്ളതായ എല്ലാം നൽകി കൊടുക്കുവാൻ അവിടുന്ന് മാതാപിതാക്കളെ അനുഗ്രഹിച്ചത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവരുടെ ആത്മീക വളർച്ചയ്ക്കും അവരുടെ ഭൗതിക ഉന്നമനത്തിനും കർത്താവ് ഒരുക്കിയ എല്ലാ വഴികൾക്കുമായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്ന ദൈവം തലമുറകളോട് കൂടെ ഇരുന്ന് ഇതുവരെയും കൊണ്ടുവന്ന അവിടുത്തെ വിശ്വസ്തതകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നപ്പ. മക്കളെ അനുഗ്രഹിച്ചാട്ടെ. മിനിയാൻറ്റിയുടെ മാതാപിതാക്കൾ സഹോദരങ്ങളെ ഓർക്കുന്നു. റൈച്ചാന്റെ സഹോദരങ്ങൾ, മാതാപിതാക്കൾ, പ്രിയപ്പെട്ടവർ എല്ലാവരും ഓർക്കുന്നു. എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. കർത്താവേ, ഇന്ന് പകല് പ്രിയ റിച്ചോയുടെയും അതുപോലെ നിന്റെ മകന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മകൾ കെസിയുടെ വിവാഹ നിശ്ചയ ശുശ്രൂഷ ഇന്ന് പകലിൽ നടക്കുന്നുവല്ലോ. തക്ക സമയമായപ്പോൾ ഒരു വിദ്യാഭ്യാസം, ജോലി, അതിനുശേഷം നടക്കേണ്ടതായി ക്രമീകരണം അവിടുന്ന് ഒരുക്കി കൊടുത്തതോർത്ത് നന്ദിയോടെ അങ്ങേക്ക് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, ഭക്തനായ ദാവീദ് ഇങ്ങനെ പറഞ്ഞു, ഹല്ലേലൂയ, ഇത്രത്തോളം കൊണ്ടുവരുവാ ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ എന്തുള്ളൂ എന്ന് ഭക്തനായ ദാവീദ് പാടിയതുപോലെ ഈ കർത്താവിനെ അറിഞ്ഞു, അവിടുത്തെ സേവിച്ചു, അവിടുത്തെ നാമമഹത്വത്തിന് വേണ്ടി നിലനിന്നു. അറിയിക്കാത്തതായ എല്ലാ മാന്യതകളും നന്മകളും അവിടുന്ന് വർഷിപ്പിച്ചു കൊടുത്തു. കർത്താവെ, തുടർന്നുള്ളതായ ആയുസ്സിന്റെ അന്ത്യം വരെയും വിശ്വസ്തയോടുകൂടെ നിലകൊള്ളുവാൻ നിന്റെ മക്കളെ കൊണ്ടുപോകാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലിൽ അങ്ങയുടെ മക്കളായ ഞങ്ങൾ ഒന്നിച്ച് ഹല്ലേലൂയ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ റിജോയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വേണ്ടി ഒരിക്കൽ പ്രിയ മകളെയും ഞങ്ങൾ ഓർക്കുന്നു. അനുഗ്രഹിച്ചാട്ടെ. ഇന്നത്തെ ശുശ്രൂഷകൾ അനുഗ്രഹമാകണം. ഞങ്ങളുടെ യാത്രയിൽ കൂടിയിരിക്കണം. തിരികെ വരുമ്പോഴും പോകുമ്പോഴും എല്ലാം അവിടുത്തെ തിരുസാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങൾ എല്ലാവരും മറച്ചാട്ടുന്നാഥ. കൃപയ്ക്കുള്ളിൽ ഞങ്ങൾ എല്ലാവരെയും കൂടി അനുഗ്രഹിക്കും, ആശീർവദിക്കും. അവിടുന്ന് ഞങ്ങളെ കേട്ടതിന് നന്ദി. യേശുനാമത്തിൽ തന്നെ ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ, ദൈവത്തിന്റെ സ്നേഹം, ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ, കാവൽ, സംസർഗം, പ്രാർത്ഥിച്ചതായ സകല വിഷയങ്ങളോടും യാത്ര ചെയ്യുന്ന പ്രിയപ്പെട്ടവരോടും ഇന്നത്തെ ശുശ്രൂഷയോടും കൂടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ 2ാമത്തെ വരവ് വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. Written in these walls are the stories that I can't explain. I leave my heart open, but it stays right here empty for days. She told me in the morning she don't feel the same about us in her bones. Seems to me that when I die, these words will be written on my stone. And I'll be gone, gone tonight.
The ground beneath my feet is open wide. The way that I've been holding on too tight, with nothing in between. The story of my life, I'll take her home. I'll drive all night to keep her warm in time. It's frozen. The story of my life, I give her hope. I spend her love until she's broke inside. The story of my life. Written on these walls are the colors that I can't change. Leave my heart open, but it stays right here in its cage. I know that in the morning now, see us in the light upon the hill. Although I am broken, my heart is untamed still. And I'll be gone, gone tonight. The fire beneath my feet is burning bright. The way that I've been holding on so tight, with nothing in between. The story of my life, I'll take her home. I'll drive all night to keep her warm in time. It's frozen. The story of my life, I give her hope. I spend her love until she's broke inside. The story of my life. And I've been waiting for this time to come around. But baby, running after you is like chasing the clouds. The story of my life, I take her home. I drive all night to keep her warm in time. It's frozen. The story of my life, I give her hope. I spend her love until she's broke inside. നമ്മുടെ ശുശ്രൂഷ ഇവിടെ പ്രാർത്ഥിച്ച് തുടങ്ങുവാനായിട്ട് പോവുകയാണ്. കേസയ്ക്കും റിജോയ്ക്കും അവർക്കിരിക്കുന്ന ഈ മുൻസെറ്റുകളിൽ വന്നിരുപ്പാൻ കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നാം വളരെ പ്രാർത്ഥനയോടെ ആരംഭം മുതൽ ഈ ശുശ്രൂഷ സംബന്ധിപ്പാൻ കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. നമ്മുടെ ശുശ്രൂഷ പ്രാർത്ഥിച്ച് ആരംഭിപ്പാനായിട്ട് പോവുകയാണ്. എല്ലാ കണ്ണുകളും അടച്ചു നമുക്കൊരു നിമിഷം സ്വതം പറഞ്ഞ കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കാം. ഇന്ന് പകലിൽ ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ഏറ്റവും അനുഗ്രഹമായി പരിശുദ്ധാത്മാവിൻ്റെ വലിയ ആശീർവാദവും അനുഗ്രഹങ്ങളും ആദ്യം മുതൽ അവസാനം ദൈവം അതേ പകത കർത്താവ് സഹായിക്കേണ്ടതിനായി എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആ സമയത്ത് ബിജു ദാനിയേൽ പാസും മുന്നോട്ട് വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാമല്ലോ. എഴുന്നേൽക്കാൻ പറ്റുന്നവരൊക്കെ ദൈവസന്നിധിയിൽ, ഇത് ദൈവസന്നിധിയാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. ഇത് ഓഡിറ്റോറിയമാണെങ്കിൽ പോലും ദൈവമക്കളായ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി നിൽക്കും. ഇന്ന് പകൽക്കാലം ദൈവദാസൻ പറഞ്ഞതുപോലെ ഇതൊരു ആത്മീയ ശുശ്രൂഷയാണല്ലോ. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ടാകണം. കർത്താവ് നമ്മുടെ ഇടയിൽ നടക്കണം. തിരുവചനത്തിൽ പറയുന്നത് പോലെ മോശയോട് പറഞ്ഞു, എൻ്റെ സാന്നിധ്യം നിൻ്റെ മുൻപാകെ പോകും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകാം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മുടെ മുൻപാകെ പോകുന്ന ദൈവ സാന്നിധ്യം, നമുക്ക് സ്വസ്ഥത നൽകുന്ന ദൈവ സാന്നിധ്യം പ്രിയ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും സ്വസ്ഥത നൽകട്ടെ, ഓരോ കുടുംബങ്ങളുടെ ജീവിതത്തിലും സ്വസ്ഥത നൽകട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ മീറ്റിങ്ങിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയും ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കണം. ആരും അലക്ഷ്യമായിരിക്കാതെ, ദൈവ സാന്നിധ്യം നമ്മുടെ നടുവിൽ നിന്ന് പോകാതെ, കർത്താവേ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളെ നടത്തണം. കർത്താവേ, ഈ ശുശ്രൂഷകളിൽ ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കണമെന്ന് ഒരു
നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം, ദൈവപ്രവൃത്തി വെളിപ്പെടുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. സ്വർഗ്ഗസ്നായ പിതാവേ, സ്നേഹമുള്ള നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇന്ന് പകൽക്കാലം കർത്താവെ തുറക്കപ്പെട്ട സ്വർഗത്തിൻ്റെ കീഴിൽ നിറഞ്ഞ ദൈവസാന്നിധ്യത്തിനകത്ത് കർത്താവെ ഞങ്ങളെ നിർത്തിയിരിക്കുന്നതിനാൽ സ്തോത്രം. അങ്ങ് തലമുറയായി ഞങ്ങളുടെ സങ്കേതമാണല്ലോ, അങ്ങ് ആലോചനയിൽ വലിയവനായ ദൈവമാണല്ലോ, പ്രവൃത്തി ശക്തനായ ദൈവമാണല്ലോ. ഇന്ന് പകൽക്കാലം കർത്താവെ വിശേഷാൽ കർത്താവെ 2 കുഞ്ഞുങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ വിവാഹ നിശ്ചയത്തിനായുള്ള കർത്താവെ ഒരു കൂടിവരവാണല്ലോ ഇത്. ഹല്ലേലൂയ. അവരുടെ തുടർന്നുള്ള കുടുംബജീവിതത്തെയും ദൈവം അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇരുഭവനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ. തലമുറകളെ ഇത്രത്തോളം കർത്താവെ പഠിപ്പിക്കുവാനും ദൈവ വഴി നിർത്തുവാനും പഥ്യോപദേശത്തിൽ നടത്തുവാനും അവർ കൊടുത്ത ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഹല്ലേലൂയ. ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങൾ ഓർക്കുകയാണ് കർത്താവെ, അവർ വളർന്നു വന്ന ദൈവസഭ ഞങ്ങൾ ഓർക്കുകയാണ് കർത്താവെ, ഹല്ലേലൂയ. അവരെ കർത്താവെ ശുശ്രൂഷിച്ച ദൈവദാസന്മാരെ ഞങ്ങൾ ഈ സമയം ഓർക്കുന്നു കർത്താവെ, ഹല്ലേലൂയ. കർത്താവെ, ആരംഭം മുതൽ അവസാനം വരെയും കർത്താവെ ദൈവ സാന്നിധ്യത്തിൻ്റെ നിറവിൽ ഞങ്ങളെ ഇരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളെല്ലാം കർത്താവ് ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം സഹായിക്കുമാറാകണം. സകല മഹത്വവും മാനോടന്നെടുക്കണം. ഞങ്ങൾക്കായി നമ്മുടെ യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കൃപയുടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ഈ സമയം അതേ കൊയർ പാട്ടുപെടുന്നതാണ്. ദയവായി ഈ പാട്ടിൻ്റെ ബഹുമാനാർത്ഥം എല്ലാ ദൈവമക്കളും എഴുന്നേറ്റു നിന്ന് ഈ പാട്ടിനോട് ചേർന്ന് പാടി 112-ാം സങ്കീർത്തനമായ ശേഷമായിട്ട് നമ്മുടെ ബിജു ജോർജ് പാസ്റ്റർ പരസ്യമായിട്ട് ഇവിടെ വായിക്കുന്നതായിരിക്കും. എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ട് കൊയറിനോട് ചേർന്ന് നമുക്ക് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യാമല്ലോ.
എത്രത്തോളമെന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. എത്രത്തോളമെന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര നന്മകൾ നന്ദിയോടെ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും നന്ദിയോടെ നിന്മഹാ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും ആരാധന കർത്താവിന് നൽകിയാണ് നന്ദിയോടെ കുന്നുകുടി മുൻ ശുശ്രൂഷകനായിരുന്ന ബിജു ജോയ് പാസ്റ്റർ 112 സങ്കീർത്തനം പരസ്യമായിട്ട് ഇവിടെ വായിക്കുന്നു. യഹോവയെ സ്തുതിപ്പീൻ. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകും. അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചം ഉദിക്കുന്നു. അവൻ കൃപയും കരുണയും നീതിയുള്ളവനാകുന്നു. കൃപ തോന്നി വായ്പ കൊടുക്കുന്നവന് ശുഭമായിരിക്കും. വ്യവഹാരത്തിൽ അവൻ തൻ്റെ കാര്യം നേടും. അവൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല. നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കും. ദുർവർത്തമാന നിമിത്തം അവൻ ഭയപ്പെടുകയില്ല. അവൻ്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. അവൻ്റെ ഹൃദയം ഭയപ്പെടാതെ സ്ഥിരമായിരിക്കുന്നു. അവൻ ശത്രുക്കളിൽ തൻ്റെ ആഗ്രഹം നിവർത്തിച്ചു കാണും. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അവൻ്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും. ദുഷ്ടൻ അത് കണ്ട് വ്യസനിക്കും. അവൻ പല്ലുകടിച്ച് ഉരുകിപ്പോകും. ദുഷ്ടൻ്റെ ആശ നശിച്ചു പോകും. 2 ദൈവദാസന്മാർ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നതാണ്. പാസ്റ്റർ PP വർഗീസും പാസ്റ്റർ ജോൺസൺ തോമസും ഈ 2 ദൈവദാസന്മാർ അത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്വർഗസ്ഥ പിതാവേ, യേശുക്ക് സുമുഖാന്തരം ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽവേളയിൽ ഇവിടെ വെച്ച് നടക്കുന്നതായിട്ടുള്ള ഈ മാരേജ് എൻഗേജ്മെൻ്റ് ശുശ്രൂഷയുടെ ആരംഭ സമയത്തേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. നീ ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. തക്ക സമയത്ത് തൻ്റെ മക്കൾക്ക് വേണ്ടി നീ അവിടുന്ന് അത്ഭുതകരമായ വഴികളെ തുറന്നിരിക്കാൻ നിന്നെ വാഴ്ത്തുന്നു. തിരുവെഴുത്തിൽ എഴുതിയിരിക്കും പ്രകാരം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണയെ ഉണ്ടാക്കി കൊടുക്കുമെന്ന് യഹോവയായ ദൈവം ഏദേൻ പർദീസായിൽ വെച്ച് അരുളി ചെയ്ത ദൈവത്തിൻ്റെ വാഗ്ദത്ത വചനപ്രകാരം കർത്താവെ, ഇന്ന് ഇവിടെ വെച്ച് നടക്കുന്നതായിട്ടുള്ള
ഈ വിവാഹ നിശ്ചയ ശുശ്രൂഷ വളരെ അനുഗ്രഹപ്രദമായി തീരുമാറാകണമേ. ഇത് ലീഡ് ചെയ്യുന്നതായ ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവദാസന്മാർക്കായി സ്തോത്രം. ഈ കുടുംബങ്ങളിലുള്ള പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ആലലിയാർ എനിക്ക് ദൈവം ദാനമായി നൽകിയ പ്രിയ പൈതൽ കെസിയായിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബാല്യകാലം മുതൽ ഇതുപര്യന്തം ദൈവരെ സഹായിച്ചു. പ്രിയ പൈതലിന് നല്ല വിദ്യാഭ്യാസം ദൈവം നൽകി, ദൈവം അവൾക്ക് നല്ല ജോലി നൽകി, ദൈവം അവളെ മാനിച്ച എല്ലാ വഴികൾക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തെ പിൻപറ്റി ഇതുവരെയൊന്നും ജീവിപ്പാൻ കൃപ കൊടുത്തതിനായി സ്തോത്രം. പ്രിയ കർത്താവേ, മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബത്തിനായി സ്തോത്രം. അവരെ ആ കുടുംബമായി എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ച് ജയത്തോടെ നടത്തണമേ. പ്രിയ മകന് ആവശ്യമായിട്ടുള്ള എല്ലാ നൽവരങ്ങളും കൃപാദാനവും കൊടുക്കണമേ. വിദ്യാഭ്യാസം നൽകി, ജോലി നൽകി, ദൈവം മാനിച്ചു. എല്ലാവിധ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. തുടർന്നുള്ള ആലോചനയിലും ദൈവത്തിൻ്റെ കൃപ പകരും. വരവിനായി ഒരുക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യനാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. പരിശുദ്ധനും നിത്യനുമായി ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഞങ്ങൾ നന്ദിയോട് സ്തുതിക്കുന്നതിനെ വാഴ്ത്തുന്നു. കർത്താവേ, നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു ഞങ്ങൾ ആഗ്രഹിച്ചു അങ്ങയുടെ നിശ്ചയപ്രകാരം ഞങ്ങളുടെ വാത്സല്യ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയത്തോടെ ബന്ധത്തിൽ ഈ ഓഡിറ്റോറിയത്തിൽ ഞങ്ങൾക്ക് കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നലകളിൽ അവിടുത്തെ ആലോചനക്കാരനായി കൂടെ ഇരുന്നു. ആലോചനയിൽ വലിയ പ്രവൃത്തിശക്തനുമായ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ആലോചന നൽകി. താവേ, ഇന്ന് വരെ ഞങ്ങളെ പരിപാലിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ദൈവഭക്തനായി ഇവിടെ ആയിരിക്കുന്ന ദൈവദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവാനുഗ്രഹങ്ങൾ കൊണ്ട് കർത്താവ് നിറയ്ക്കണമേ. താവേ, ദൈവീയമായ സാന്നിധ്യത്തിൽ ഇന്ന് വരെ ഞങ്ങളെ നടത്തിയ ദൈവം ഞങ്ങളുടെ വാത്സല്യ കുഞ്ഞുങ്ങളെ നീ പരിപാലിച്ചല്ലോ. കെസിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റിജോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബന്ധുഭവനങ്ങൾക്കായി പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുകയാണ്. താവേ, ഇരു ഭവനങ്ങളിൽ യാത്ര ചെയ്ത് സുഖകരമായി ഒരു പ്രയാസം കൂടാതെ ഇവിടെ എത്തിച്ചേരുവാൻ ഇടയായി തോന്നുന്നു. ഇന്ന് ഇവിടെ നടക്കുന്ന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരണമേ. ദൈവിക അനുഗ്രഹങ്ങൾ ഇവിടുന്ന് ചൊരിയണമേ എന്ന് അപേക്ഷിക്കുന്നു. താവേ, ഞങ്ങളുടെ വാത്സല്യ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കസിയയുടെ ജീവിതത്തിൽ ദൈവം ഇത്രത്തോളം അനുഗ്രഹം പകർന്നല്ലോ. കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. റിജോയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപയാൽ പരിപാലിച്ചെന്ന് വരെ നടത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. താവേ, മനുഷ്യനെ സൃഷ്ടിച്ച അല്ലെങ്കിൽ വലിയവനായ ദൈവം, അവൻ അല്ലെങ്കിൽ മനുഷ്യനേകനായിരിക്കുന്ന നന്നല്ല എന്ന് കണ്ട ദൈവം തക്ക തുണയെ ഒരുക്കിയ ദൈവത്തിൻ്റെ അദൃശ്യകരത്താൽ കഴിഞ്ഞ ദിവസങ്ങൾ കർത്താവ് ഇരു ഭവനങ്ങളും ആലോചനയുടെ പൂർത്തീകരണം ഇന്നിവിടെ നടത്തപ്പെടുമ്പോൾ ഞങ്ങളുടെ വാത്സല്യ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എല്ലാ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച് വരും ദിവസങ്ങളുടെ ജീവിതത്തിൻ്റെ അതേ പുതിയ സ്റ്റെപ്പിലേക്ക് കാൽച്ചുവടുകൾ വയ്ക്കുമ്പോൾ എല്ലാ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. ഇന്നലകളിൽ ഇരു ഭവനങ്ങളെയും പരിപാലിച്ച ദൈവത്തിൻ്റെ അദൃശ്യകരത്താൽ തുടർന്ന ദിവസങ്ങളും പരിപാലിക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളും നിന്റെ അനുഗ്രഹം ചൊരിയുമാകണമേ. ഇന്നത്തെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എല്ലാ നന്മ കൊണ്ട് നിറയ്ക്കുന്ന നാഥൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. വരവിനായി ഒരുക്കണം നാഥ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. എല്ലാവർക്കും സ്ഥാനങ്ങളിലിരിക്കാമല്ലോ. ബിയപുരത്തുനിന്ന് വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ ഓഡിറ്റോറിയത്തിനകത്ത് ചെയറുണ്ട്. ദയവായി എല്ലാവരും വന്ന് അതിൽ ഇരുന്ന് ഈ ശുശ്രൂഷയെ സംബന്ധിപ്പാൻ കർത്താവിൻ്റെ നാമത്തിൽ അർപ്പിക്കുന്നു. ജീവിതത്തിൽ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു ദിവസം നമുക്ക് അത് ഈ ഭൂമിയിൽ കർത്താവ് നൽകിയത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഒത്തിരി സന്തോഷത്തോടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാതെയും അത് ഭാഗ്യം ഒരുക്കുന്നത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. വളരെ നാളുകളായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന നമ്മുടെ വാത്സല്യ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിൻ്റെ ഒരു തീരുമാനത്തിലേക്ക് ഇന്ന് പകൽ നമുക്കൊന്നിച്ച് കടന്നു വരുവാൻ ദൈവം ഒരുക്കിയ നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. വേദിയിൽ വളരെ അനുഗ്രഹീതരായ ദൈവത്തിൻ്റെ പുത്രന്മാർ, ഈ പന്തളം ഡിസ്ട്രിക്റ്റിൻ്റെ ഡിസ്ട്രിക്ട് പാസ്സായി സേവനം അനുഷ്ഠിക്കുന്ന വൈമുനി പാസവറുകൾ, അതുപോലെ തന്നെ വിയപുരം നമ്മുടെ റിജോയുടെ സഭാ പാസ് കൂടിയായിരിക്കുന്ന ചെറിയന അവറുകൾ, നമ്മുടെ സീനിയർ പാസ്സായിരിക്കുന്ന ജോയ്ക്കുട്ടി പാസ് അവറുകൾ, അതുപോലെ കുന്നുകുഴി സഭയുടെ മുൻ ശുശ്രൂഷകന്മാർ, വെള്ളിക്കുന്നം സഭയിലെ ഏജ് സഭയിലെ സഭാ പാസ്റ്റർ, ഇവരെല്ലാം ഓർത്ത കർത്താവിനെ സ്തുതിക്കുന്നു.
വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ദാസന്മാർ ഈ ഓഡിറ്റോറിയത്തിലുമുള്ളത് ഓർത്ത് സ്തുതിക്കുന്നു. ഇരു ഭവനങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വാത്സല്യ കുഞ്ഞുങ്ങളുടെ അതേ വിവാഹത്തിൻ്റെ നിശ്ചയത്തുള്ള ബന്ധത്തിൽ നാം ദൈവസന്നിധിയിലായിരിക്കുന്നല്ലോ. തുടർന്ന് നമുക്ക് വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. തുടർന്ന് അത് സ്വാഗതം പറയുവാനായിട്ട് നമ്മുടെ രാജൻ ജോൺ അവരുകളെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ഓക്കെ. കർത്താവിനെ വീണ്ടും സ്തുതിക്കുന്നു. ഇന്ന് ഒരു സമയം വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് ഒരുമിച്ച് കടന്നു വന്ന കർത്താവിനെ സ്തുതിപ്പാൻ മൂത്തപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കിയ അവസരങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. എൻ്റെ പ്രത്യേകമായ കർത്തവ്യം കടന്നു വന്ന ദൈവഭൃത്യന്മാർക്കും വാഗ്നിശ്ചയത്തിന് വേണ്ടി കടന്നു വന്ന നിയുക്ത വധൂവരന്മാർ, കടന്നു വന്ന ബന്ധുപുത്രാദികൾ, സഹോദരങ്ങൾക്ക് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. സമയങ്ങൾ വളരെ കടന്നു പോയതുകൊണ്ട് പെട്ടെന്ന് ഒരു വാക്കിൽ മാത്രമേ ഞാൻ സ്വാഗതം ആശംസിക്കുകയുള്ളൂ. ഒരു പ്രസംഗം ചെയ്യുവാനോ ആമുഖ പ്രസംഗം നടത്താനൊന്നും ഞാൻ മുതിരുന്നില്ല. വളരെ പെട്ടെന്ന് ഈ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കർത്താവിൻ്റെ നാമത്തിൽ ആഗ്രഹിക്കുന്നു. എല്ലാ പുകഴ്ചയും മാനവും മഹത്വവും ആദ്യമായി കർത്താവിനെ അർപ്പിക്കുകയാണ്. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ഇങ്ങനെ ഒരു വിവാഹാലോചന വന്ന് ദൈവത്തിൻ്റെ കരമാണെന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് അനുഭവിച്ചറിയുവാനായി ദൈവയുടെ ആക്കിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ആരംഭമായി ഈ മീറ്റിങ്ങിൻ്റെ ഈ ശുശ്രൂഷയുടെ അധ്യക്ഷത വഹിക്കുന്ന ദൈവത്തിൻ്റെ ദാസൻ, കുന്നക്കുഴി സഭയുടെ ചർച്ച് ഇൻ ഇന്ത്യ കുന്നക്കുഴി സഭയുടെ പാസ്റ്ററായിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസൻ പാസ്റ്റർ PJ ബാബുവിന് ആദ്യമായിട്ട് 2 കുടുംബങ്ങളുടെയും പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അടുത്തതായിട്ട് ചർച്ച് ഇൻ ഇന്ത്യ പന്തളം സെൻറ്ററിൻ്റെ സുസ്ഥിരമായ സേവനമനുഷ്ഠിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ വൈ മോനിക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും ഞങ്ങളെ 2 കുടുംബങ്ങളുടെ പേരിലും സ്വാഗതം ആശംസിക്കുകയാണ്. അടുത്തതായിട്ട് വിയപുരം സഭയിൽ നിന്ന് കടന്നു വന്ന ദൈവത്തിൻ്റെ ദാസൻ പാസ്റ്റർ റെജി ചെറിയാൻ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങളെ 2 കുടുംബങ്ങളുടെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. വെളിയുന്നത്തുനിന്ന് കടന്നു വന്ന ദൈവത്തിൻ്റെ ദാസൻ പാസ്റ്റർ PP വർഗീസിന് നാമത്തിലും ഞങ്ങളെ 2 കുടുംബങ്ങളുടെ പേരിലും സ്വാഗതം ആശംസിക്കുക. സൗദി റെനിയുടെ പാസ്റ്ററായിട്ടിരിക്കുന്ന പാസ്റ്റർ ജോജി ജോർജ് കുടുംബം വന്നിട്ടുണ്ട്. അവർക്കും യേശുക്രിസ്തു നാമത്തിൽ കുടുംബങ്ങളുടെ പേരിലും കൃത്യമായ ആശംസകൾ അറിയിക്കുന്നു. മറ്റ് ദൈവദാസന്മാർ ധാരാളം പേരുണ്ട്. പാസ്റ്റർ ശാമുവേൽ ഫിലിപ്പ്, കർത്താവിൽ പ്രസിദ്ധനായ സീനിയർ പാസ്റ്റർ KV ജോയിക്കുട്ടി, പാസ്റ്റർ ബിജു ജോയ്, പാസ്റ്റർ ജോൺസൺ തോമസ്, മറ്റെല്ലാ ദൈവദാസന്മാർക്കും മറ്റ് ഓഡിയൻസിൻ്റെ കൂട്ടത്തിരിക്കുന്ന ദൈവദാസന്മാരുണ്ട്. അവരെല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ളതായ സ്വാഗതവും ഞങ്ങളുടെ 2 കുടുംബങ്ങളുടെ പേരിലുള്ളതായ സ്വാഗതവും ആശംസിക്കുകയാണ്. കൂടാതെ സ്വാഗതം ആശംസിക്കാനുള്ളത് വിവാഹ നിശ്ചയത്തിന് വേണ്ടി കടന്നു വന്ന പ്രിയ മകനും മകൾക്കുമാണ്. അവർക്കും ഞങ്ങളുടെ പ്രത്യേകമായ സ്വാഗതം പറയേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്കും പ്രത്യേകമായ ഒരു ഫോർമാലിറ്റി എന്ന നിലയിൽ സ്വാഗതം ആശംസിക്കുന്നു. പ്രിയ മകൻ്റെ മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, അവരുടെ ബന്ധുപുത്രാദികൾ, അവരോട് ബന്ധപ്പെട്ട് വിയപുരം സഭയിൽ നിന്ന് കടന്നു വന്ന ദൈവദാസന്മാർ, ദൈവമക്കൾ എല്ലാവർക്കും ഞങ്ങളുടെ പ്രത്യേകമായ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ റെനിയുടെ കുടുംബത്തിൽ നിന്ന് വന്ന സഹോദരങ്ങളുണ്ട്, അവരുടെ ബന്ധുപുത്രാദികൾ, പ്രിയ പിതാവിൻ്റെ ഷാജിയുടെ സഹോദരങ്ങൾ, വെളിവുന്നത്ത് വന്ന പ്രിയ ഷാജിയുടെ സഹോദരങ്ങളുണ്ട്, അവരുടെ കുടുംബങ്ങളുണ്ട്, അവരുടെ ബന്ധുപുത്രാദികളുണ്ട്. അവർക്കെല്ലാവർക്കും വേണ്ടി പ്രത്യേകമായ സ്വാഗതം. ഇവർക്കൊന്നും സ്വാഗതം പറയേണ്ട ആവശ്യമില്ല, അതൊരു ഫോർമാലിറ്റിയാണ്. അതുകൊണ്ട് സ്വാഗതം പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് പ്രത്യേകമായ സ്വാഗതം ആശംസിക്കുകയാണ്, കർത്താവിനെ സ്തുതിക്കുകയാണ്. കൃത്യമായി അയർലൻഡിൽ നിന്ന് ഒരു ദൈവത്തിൻ്റെ ദാസൻ കുടുംബം വന്നിട്ടുണ്ട്. അയർലൻഡിൽ നിന്ന് വന്ന പ്രിൻസ് ഫാമിലി കുടുംബത്തിന് പ്രത്യേകമായ ആശംസകൾ അറിയിക്കുകയാണ്, കർത്താവിനെ സ്തുതിക്കുന്നു. മറ്റ് ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇവിടെ സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വന്ന അനേകരുണ്ട്. പന്തളം സഭയിലെ വിശ്വാസികൾ, പുഴിക്കാട്ടെ സഭയിലെ വിശ്വാസികൾ, ഗായക സംഘം സ്പിരിച്വൽ വോയിസ് കൊച്ചുമോൻ പ്രത്യേകമായ സ്വാഗതം ആശംസിക്കുക. നല്ല മനോഹരമായ പാട്ടുകൾ ഇനിയും പാടാൻ കിടക്കുന്നേ ഉള്ളവർ. നല്ല പാട്ട് ഗായക സംഘത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അവർക്കും പ്രത്യേകമായ സ്വാഗതം ആശംസിക്കുകയാണ്. കൂടാതെ ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷയിൽ സഹകരിക്കുന്നതിന് വളരെ സന്തോഷമുണ്ട്.
നന്ദിയുണ്ട്. എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നല്ല വാക്കുകൾ പറഞ്ഞ പ്രിയ രാജൻ പാസ്റ്ററേയും സ്വാഗതം ചെയ്യുന്നു. കഥാവ് ഒത്തിരി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിവിടെ വിളിച്ചു കൂട്ടിയതിൻ്റെ ഉദ്ദേശങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. എങ്കിൽ തന്നെയും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രിയപ്പെട്ടവർ മുന്നോട്ട് വന്ന് പരസ്യമായി അത് ഓർപ്പിക്കുന്നതായിരിക്കും. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വം കരയേറ്റുന്നു. ദൈവസന്നിധിയിലായിരിക്കുന്ന ബഹുമാന്യരായ ദൈവദാസന്മാർ, ബന്ധുമിത്രാദികൾ, ദൈവമക്കൾക്കും സ്നേഹിതന്മാർക്കും വേഗം വരുന്ന കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് ബഹുമാന്യരായ നിങ്ങളെ എല്ലാവരെയും ഇവിടെ ക്ഷണിച്ചു വരുത്തിയത്, അല്ലെങ്കിൽ എൻ്റെ ഉദ്ദേശം വിളിച്ചു വരുത്തിയതിൻ്റെ ഉദ്ദേശം അറിയിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. എൻ്റെ അനുജനും പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ പന്തളം വില്ലേജ് കുന്നിക്കുഴി ചർച്ചോക്കോട് സഭയിൽ മിസ്വാ കോട്ടേജിൽ ഇപ്പോൾ ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്ന പാസ്റ്റർ ഷാജി ഡേവിൻ്റെയും റെനി ഷാജിയുടെയും മകൾ കെസിയയും പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല താലൂക്കിൽ നിരണം വില്ലേജിൽ വിയപുരം ഇന്ത്യ പെന്തക്കോസ്ത് സഭയിൽ തഴക്കര ബദേലിൽ വീട്ടിൽ മിസ്റ്റർ തോമസിൻ്റെയും മിനി തോമസിൻ്റെയും മകൻ റിജോ ഐപ്പ് തോമസും തമ്മിലുള്ള വിവാഹം സംബന്ധിച്ച് ഞങ്ങൾ ഇരു കുടുംബങ്ങളും തമ്മിൽ ഒരു ധാരണയിലെത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നതിനാണ് ഇന്ന് ബഹുമാന്യരായ നിങ്ങളെ എല്ലാവരെയും ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നല്ല സഹകരണത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. കഥാവ് അനുഗ്രഹിക്കട്ടെ. നമ്മൾ വളരെ താല്പര്യപൂർവ്വം നമ്മുടെ കെസിയെയും റിജോയും കാണുവാനായിട്ട് ഈ ഓഡിയൻസ് വളരെ താല്പര്യത്തോടെ ആയിരിക്കുന്നു. അവർ ഈ അവസരത്തിൽ മുന്നോട്ട് വരികയും അവരുടെ കുടുംബാംഗങ്ങളും ചേർന്ന് ഈ സ്റ്റേജിൽ അവർ വന്ന് നിൽക്കുന്നതായിരിക്കും. ഒരു പാട്ട് പാടുന്നത് നമ്മുടെ റിജോയും കെസിയും എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. കഥാവ് ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.
അവർ ഈ സമയത്ത് അവിടെ ഇരിക്കുന്നതായിരിക്കും. ഈ സമയത്ത് എന്നാണ് ഈ കുഞ്ഞുങ്ങളുടെ വിവാഹം എവിടെ വെച്ചാണ് ധാരണയായിരിക്കുന്നത്, അതിന് ചുമതലപ്പെട്ട പ്രിയപ്പെട്ടവർ ഇപ്പോൾ മുന്നോട്ട് വന്ന് പരസ്യമായി നമ്മെ ഓർപ്പിക്കുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. എല്ലാ ദൈവദാസന്മാർക്കും സദസ്സിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് ഈ എൻഗേജ്മെൻറ്റ് ദിവസം നടക്കുന്നത് ഈ തീയതി ആണെങ്കിൽ അവരുടെ വിവാഹം നടക്കുന്നത് 19-ാം തീയതി തിങ്കളാഴ്ച ബിയപുരം പായിപ്പാടി ചർച്ച് IPC ചർച്ചിൻ്റെ കെയർ ഓഫിൽ ആൻ ഓഡിറ്റോറിയത്തിൽ, തിരുവല്ല മാന്നാർ ആൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്നതാണ്. കടപ്ര തിരുവല്ല. അവർ പരസ്പരം ധാരണയായിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ ചുമതലപ്പെട്ടവർ പരസ്യമായി ഓർപ്പിക്കാൻ തക്കവണ്ണമിടയായി തീർന്നു. കഥാവ് അനുഗ്രഹിപ്പാൻ തക്കവണ്ണമിടയായി തീരട്ടെ. തുടർന്ന് വിവാഹ നിശ്ചയ രേഖയിൽ ഇത് എഴുതി റിജോയും അതുപോലെ തന്നെ കെസ്വയും സഭയിലുള്ള സഭാ പാസ്റ്റർമാർ, അതുപോലെ രക്ഷിതാക്കൾ, സഭാപ്രതിനിധികൾ ഇവർ ഒപ്പിടുകയും ചെയ്യുന്നതായിരിക്കും. ഈ അവസരത്തിൽ കൊയർ ഒരു പാട്ട് പാടുകയും ചെയ്യുന്നതായിരിക്കും.
വാഴ്ത്തുന്നേ വാഴ്ത്തുന്നേ ജീവൻ നൽകി വീണ്ടെടുത്ത കർത്താവേ വാഴ്ത്തുന്നേ വാഴ്ത്തുന്നേ ജീവൻ നൽകി വീണ്ടെടുത്ത കർത്താവേ വൻകൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ 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 ജീവൻ നൽകി വീണ്ടെടുത്ത കർത്താവേ വാഴ്ത്തുന്നേ വാഴ്ത്തുന്നേ ജീവൻ നൽകി വീണ്ടെടുത്ത കർത്താവേ പ്രൈസ് ദി ലോർഡ്. വിവാഹ നിശ്ചയ രേഖ പരസ്യമായിട്ട് വായിക്കുന്നു. പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ പന്തളം മുനിസിപ്പാലിറ്റിയിൽ പന്തളം വില്ലേജിൽ മിസ്ബ കോട്ടേജിൽ വീട്ടിൽ പരേതനായ ഷാജി ഡേവിഡിൻ്റെയും മിസ്സസ് റിനി ഷാജിയുടെയും മകൾ കെസിയ ഷാജിയും പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല താലൂക്കിൽ നിരണം പഞ്ചായത്തിൽ നിരണം വില്ലേജിൽ തഴക്കര ബദേൽ വീട്ടിൽ തോമസ് ഐപ്പിൻ്റെയും മിസ്സസ് മിനി തോമസിൻ്റെയും മകൻ റിജോ ഐപ്പ് തോമസും തമ്മിലുള്ള വിശുദ്ധ വിവാഹം ദൈവഹിതമായാൽ 2024 ആഗസ്റ്റ് മാസം 19 തിങ്കളാഴ്ച രാവിലെ 10:30 വിജയപുരം IPC സഭയുടെ ചുമതലയിൽ കടപ്പര കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടത്തുവാൻ ഇരുഭാഗത്തുള്ള വേണ്ടപ്പെട്ടവർ ഇന്നേ ദിവസം 15/8/2024 വ്യാഴാഴ്ച തീരുമാനിച്ച ഉറപ്പിച്ചിരിക്കുന്നു. വരൻ്റെയും വധുവിൻ്റെയും ജനനത്തീയതി സഭാംഗത്വമുള്ള സഭകൾ പാസ്റ്റർമാർ സഭാപ്രതിനിധികൾ രക്ഷകർത്താക്കൾ വരനും വധുവും ഒപ്പുവെച്ചിട്ടുണ്ട്. ഈ കുറി കൈമാറുവാനായിട്ട് അതിന് ചുമതലപ്പെട്ട പ്രിയപ്പെട്ടവരെ ഈ അവസരത്തിൽ ക്ഷണിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ ഹിതമായാൽ 19 തിങ്കളാഴ്ച നമ്മുടെ വാത്സല്യ കുഞ്ഞുങ്ങളുടെ വിവാഹം ദൈവം അതെ ആശീർവദിച്ച് നൽകുവാൻ തക്കവണ്ണം ഇടയായി തീരും. തുടർന്നുള്ള ശുശ്രൂഷകൾക്ക് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ ഒരുമിച്ച് സ്വാഗതം ചെയ്ത് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ച് ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ. വിയപുരം IPC സഭയുടെ നമ്മുടെ റിജോയുടെ സഭാ പാസ്റ്ററും കൂടിയായിരിക്കുന്ന പാസ്റ്റർ റെജി ചെറിയാൻ ഈ അവസരത്തിൽ മുന്നോട്ട് വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെല്ലാം ദൈവസന്നിധിയിൽ അടയ്ക്കാം. പ്രിയ മക്കളുടെ വിവാഹ നിശ്ചയ ശുശ്രൂഷ ഇവിടെ നടക്കുമ്പോൾ ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളും അല്പസമയം സ്തോത്രം ചെയ്ത് തുടർന്നുള്ള ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായി 19 നടക്കുന്ന വിവാഹ ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി ഞങ്ങളുടെ ഭാരങ്ങളെ നാൾ തോറും ചുമക്കും നല്ല കർത്താവേ, അങ്ങയുടെ തിരുമുഖത്തേക്ക് നോക്കുവാനും അവിടുത്തെ വിലയേറിയ സാന്നിധ്യം അനുഭവിക്കുവാനും ഒരവസരം കൂടെ അങ്ങന്ന് ഞങ്ങൾക്ക് ഈ ഭൂമിയുടെ പരപ്പിൽ നൽകി തന്ന അവിടുത്തെ എല്ലാ വിശ്വസ്തതകൾക്കും നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിൽ പ്രിയ റിജോയുടെയും പ്രിയ ക്രിസിയ മോളുടെയും എൻഗേജ്മെൻ്റ് ശുശ്രൂഷ ഇവിടെ നടക്കുന്നുവല്ലോ. അവിടുത്തെ വിലയേറിയ സാന്നിധ്യം അരുളി ഈ മഹനീയ മുഹൂർത്തത്തെ അനുഗ്രഹമാക്കി തീർത്തതോർത്ത് ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അവർ ഇരു കുടുംബങ്ങളുടെയും
ആ മാതാപിതാക്കളെ ഞങ്ങൾ ഓർക്കുന്നു. പ്രിയ റീച്ചാനായി പ്രാർത്ഥിക്കുന്നു, മിനിയാൻറ്റിക്കായി പ്രാർത്ഥിക്കുന്നു. അവർക്ക് ദാനമായി കൊടുത്തിട്ടുണ്ട് കുഞ്ഞുങ്ങളെ ഓർക്കുന്നു, റിയമോളെ ഓർക്കുന്നു, റിജയെ ഓർക്കുന്നു. കർത്താവെ, മാതാപിതാക്കളെ അനുഗ്രഹിച്ച് മക്കളെ പത്യോപദേശത്തിൽ വളർത്തി ഇങ്ങനൊരു വേദിയിൽ കൊണ്ടുവരുവാൻ അവിടുത്തേക്ക് പ്രസാദം നിൻ്റെ മക്കളെ തോന്നിയല്ലോ. നിൻ്റെ മക്കളെ കുടുംബമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ പ്രിയ റെനി സിസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് കുടുംബത്തെ സഹായിക്കണമേ. ദാനമായി കൊടുത്ത കുഞ്ഞുങ്ങളെ ഇരുവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആ പ്രിയ മാതാവിനും പ്രിയ മകളെ ഇങ്ങനെ ഒരു വേദിയിൽ കൊണ്ടിരുത്തുവാനുള്ളതായ അനുഗ്രഹവും ആശീർവാദവും അവിടുന്ന് കൊടുത്തതോർത്തും സ്തോത്രം ചെയ്യുന്നു. ഈ ബന്ധം ഇരു കുടുംബങ്ങൾക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ എല്ലാ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും പ്രിയപ്പെട്ടവരോട് കൂടെ ഉണ്ടാകട്ടെ എന്ന് നന്ദിയോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ഞങ്ങളുടെ കർത്താവെ, ദൈവം അനുവദിച്ചാൽ 19-ാം തീയതി തിങ്കളാഴ്ച നടക്കുന്ന വിവാഹ ശുശ്രൂഷയും ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷകളിലൊക്കെ നടക്കുന്ന ഞങ്ങളുടെ ഭജന ശുശ്രൂഷകൾക്കായും മറ്റിതരെല്ലാ ശുശ്രൂഷകൾക്കുമായിട്ടും സ്തോത്രം ചെയ്ത് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. തുടർന്നും അവിടുത്തെ സാന്നിധ്യം അരുളി ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇരു കുടുംബങ്ങളിൽ നിന്നും ക്ഷണിക്കപ്പെട്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഈ ശുശ്രൂഷ ഒരു അനുഗ്രഹമായി തീരട്ടെ. അധ്യക്ഷനായ കർത്താവിൻ്റെ ദാസന്മാർക്ക് എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ഞങ്ങളെ കേട്ട കൃപയ്ക്ക് നന്ദി. യേശു നാമത്തിൽ തന്നെ. കർത്താവിൻ്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമുക്ക് തിരുവഴുത്തിൽ നിന്ന് അല്പ ദൈവവചനങ്ങൾ കേൾക്കുവാനുള്ള അവസരങ്ങളാണ്. ഏത് ശുശ്രൂഷയിലും നമ്മൾ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് ദൈവവചനങ്ങൾക്കാണ്. അതുകൊണ്ട് ദീർഘമായ ഒരു പ്രസംഗങ്ങൾ ഇവിടെ ഉണ്ടാകുകയില്ല. വളരെ ചുരുക്കം സമയങ്ങളിൽ മാത്രം ഈ സമയത്ത് അറിഞ്ഞിരിക്കേണ്ട ചില ആത്മീയ കാര്യങ്ങൾ തിരുവഴുത്തിൽ കൂടെ നമ്മുടെ കർത്താവിൻ്റെ ദാസൻ അർപ്പിക്കാനിടയായിത്തീരും. പന്തളം ഡിസ്ട്രിക്റ്റ് പാസ്സായിരിക്കുന്ന വൈമോനി അവരുകൾ കൗൺസിൽ മെമ്പറായി, അതുപോലെ തന്നെ പന്തളം സഭയുടെ ശുശ്രൂഷകനായി വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ ഈ കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിൽ വളരെ ആദരണീയരായിരിക്കുന്ന വൈമോനി പാസ് അവരുകളെ തുടർന്നുള്ള ദൈവവചന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം അനുഗ്രഹീതമാകുന്ന ഈ നല്ല പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് കർത്താവുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക എന്ന് ദൈവവചനത്തിൽ വായിപ്പാനായിട്ട് കഴിയുന്നത് പോലെ പ്രത്യേകാല ഏറെ നാളുകളുള്ള പ്രാർത്ഥനയുടെ മറുപടിയായിട്ട് ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നമുക്കൊരുമിച്ചായിരിക്കാനായിട്ട് സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ വിലപ്പെട്ട അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. തുറക്കപ്പെട്ട സ്വർഗത്തിൻ്റെ കീഴിൽ ദിവ്യമാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ കുഞ്ഞാടാം യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലയർത്ഥങ്ങളായിരിക്കുന്ന നമുക്കൊരുമിച്ച് ഈ അനുഗ്രഹിക്കപ്പെട്ട ഓഡിറ്റോറിയത്തിൽ നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയത്തോടുള്ള ബന്ധത്തിൽ ഇവിടെ ആയിരിക്കാനായിട്ട് ദൈവം ഒരുക്കിയ വിലപ്പെട്ട അവസരങ്ങൾക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. വേദിയിലായിരിക്കുന്ന ശ്രേഷ്ഠന്മാരായ അഭിഷിക്തന്മാർ, ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന ചർച്ച് ഓഫ് ഗോഡ് ഫുൾ ഗോസ്പൽ ഇന്ത്യ പന്തളം സെൻറ്ററിൻ്റെ കുന്നിക്കുഴി സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന അനുഗ്രഹീതനാകുന്ന കർത്താവിൻ്റെ ദാസൻ PJ ബാബു പാസ്, അതുപോലെ തന്നെ നമ്മുടെ വാത്സല്യ മകൻ റിജോയുടെ മാതൃസഭയിലെ അനുഗ്രഹീതനാകുന്ന കർത്താവിൻ്റെ ദാസന്, വാത്സല്യ മകളുടെ ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഷാജി പാസ്റ്ററിൻ്റെ മാതൃ ചർച്ചിലെ കർത്താവിൻ്റെ ദാസൻ, ദൈവസഭയുടെ സീനിയർ ശുശ്രൂഷകരായിരിക്കുന്ന അനുഗ്രഹീതരാകുന്ന കത്തുദാസന്മാർ,
ഞാൻ വളരെ അധികം സ്നേഹിക്കുന്ന കെ വി ജോയ്ക്കുട്ടി പാസ്, അതുപോലെ ശമുവേൽ പിൽ പാസ്, ഇപ്പോൾ കോട്ടയം വാകത്താനം സെൻറ്ററിൻ്റെയും സഭയുടെയും ശുശ്രൂഷകനായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. കുന്നിക്കുഴി സഭയിൽ മുൻകാലങ്ങളിൽ ശുശ്രൂഷകരായിരുന്ന അനുഗ്രഹീതരാകുന്ന കർത്തുദാസന്മാരിൻ്റെ സ്നേഹിതരായിരിക്കുന്ന ബിജു ജോയ് പാസ്റ്റർ ഇപ്പോൾ ഹരിപ്പാട് സെൻറ്ററിൻ്റെയും പള്ളിപ്പാട് സഭയുടെയും ശുശ്രൂഷകനായിരിക്കുന്നു. അതുപോലെ കർത്താവിൻ്റെ ദാസൻ ജോൺസൺ തോമസ് പാസ്റ്റർ ചെങ്ങന്നൂർ സെൻറ്ററിൻ്റെയും പെണ്ണുക്കര സഭയുടെയും ശുശ്രൂഷകനായി കർത്തുവേല ചെയ്യുന്നു. അതുപോലെ സദസ്സിൽ ആയിരിക്കുന്ന അനുഗ്രഹീതരാകുന്ന കർത്തുദാസന്മാർ, ഇരു കുടുംബത്തിൻ്റെയും ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന സ്നേഹിതരായ വാത്സല്യ സഹോദരങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ, അവരുടെ സഹോദരങ്ങൾ, എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധാനത്തിൽ ഒരുമിച്ചായിരിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഇന്ന് പകൽക്കാലം നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയം കർത്താവിൻ്റെ കൃപയാൽ ഇവിടെ അനുഗ്രഹീതമായിട്ട് നടക്കുവാനായിട്ടിടയായി തീർന്നല്ലോ. വാത്സല്യ മകള് സ്തോത്രം കസിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടതാകുന്ന ഒരു മാതാപിതാക്കൾക്ക് ദൈവം അവകാശമായിട്ട് ദാനമായിട്ട് നൽകിയ മൂത്ത പൈതലാണ് കെസിയ ഷാജി. ഞങ്ങളുടെ വാത്സല്യ മകളുടെ പിതാവ് ദീർഘനാൾ സൗദിയിൽ ജോലിയും അതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്തുദാസനുമായിരുന്നു. സൗദിയിലായിരിക്കുമ്പോൾ ജോലിയോടുള്ള ബന്ധത്തിൽ തന്നെ 7-8 വർഷക്കാലം തന്നെ ഏൽപ്പിച്ചതാകുന്ന ഏറ്റവും ശ്രേഷ്ഠകരമാകുന്ന ശുശ്രൂഷ ദൈവം നൽകിയ ചുരുങ്ങിയ സമയം കൊണ്ട് പൂർത്തീകരിച്ച് ദൈവം ഒരുക്കിയതാകുന്ന നിത്യതയിൽ ആ പ്രിയ പിതാവ് വിശ്രമിക്കുന്നു. ഞങ്ങളുടെ വാത്സല്യ സഹോദരി റെനി ആൻറ്റിയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. പിതാവ് കുഞ്ഞുങ്ങൾക്ക് വേർപെട്ടു എങ്കിലും ഈ പ്രിയ കുഞ്ഞുങ്ങളെ ദൈവഭയത്തിലും ഭക്തിയിലും ദൈവകൃപയിലും ആത്മീയ അനുഭവങ്ങളിലും വളർത്തി. ഇന്ന് ആമേൻ തൻ്റെ തലയെ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് ഈ ജനത്തിൻ്റെ മുമ്പിൽ ദൈവസന്നിധിയിൽ വന്നിരിക്കുവാൻ പ്രിയ ആൻറ്റിക്ക് ദൈവം ഭാഗ്യം നൽകി. അത് പ്രാർത്ഥനയുടെ പരിണിത ഫലമാണ്. കണ്ണുനീരൊഴുക്കി ദൈവസന്നിധി കരയുന്ന നിലവിളിക്കുന്ന മാതാപിതാക്കളുടെ കണ്ണുനീരിന് വിലയുണ്ട്. ദൈവം അത് മറന്നു കളയുന്ന ദൈവമല്ല. എല്ലാ മാതാപിതാക്കൾക്കും ഇങ്ങനെയുള്ള ഭാഗ്യം ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ ന്യൂ ജനറേഷൻ്റെ കാലഘട്ടമാണ്. അവരവരാണ് അവരുടെ തുണയല്ല തിരഞ്ഞെടുക്കുന്നത്, ഇണയെ തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ ഈ മാതാപിതാക്കൾ കണ്ണുനീരോടെ ദൈവസന്നിധി കരഞ്ഞു പ്രാർത്ഥിച്ചു. അവരുടെ പരിണിത ഫലമാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ ഈ കുഞ്ഞുങ്ങളായിരിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. പ്രിയ മിനിയാൻറ്റി, ദൈവം നിങ്ങളെ കൈവിടുന്ന ദൈവമല്ല. കർത്താവ് പറഞ്ഞു, അപ്പൻ മറന്നാലും അമ്മ മറന്നാലും ആരെല്ലാം മറന്നാലും ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. ജീവിത വഴി യാത്രയിൽ കർത്താവ് തൻ്റെ ദാസിയോട് കൂടെ ഇരിപ്പാനിടയായി. വാത്സല്യ മകൾ കെസിയയുടെ അനിയത്തി MBBS പഠിച്ചുകൊണ്ടിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവൈതലാണല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മുടെ കുഞ്ഞിന് ആമേൻ തുണയായി ലഭിച്ചതാകുന്ന വാത്സല്യ മകൻ റിജോ ഐപ്പിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഇവിടെ ഉണ്ടല്ലോ. പ്രിയ അച്ചായ, പ്രിയ മാമേ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളാണ്.
കാരണം നിങ്ങളുടെ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം കേട്ടു. നിങ്ങളുടെ തലമുറയെ ഇതുപോലുള്ളൊരു വേദിയിൽ കൊണ്ട് ഇരുത്തുക എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ഒരു ഭാഗ്യം തന്നെയാണ്. ആമേൻ. നിങ്ങൾ പ്രാർത്ഥിക്കുകയും പദ്യോപദേശത്തിൽ ഈ മകനെ വളർത്തിക്കൊണ്ടുവന്നതിൻ്റെ പരിണിത ഫലം നിങ്ങൾക്ക് ഇന്ന് പകൽക്കാലം കാണുവാനായിട്ടിടയായല്ലോ. പ്രിയമകൻ്റെ സഹോദരിയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ കുടുംബജീവിതം ധന്യമായി തീരട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെയാണ് ഹോശിയാ പ്രവാചകന് നമ്മെ ഓർമ്മിപ്പിച്ച് ഉണർത്തുന്നത്. ഞാൻ നിന്നെ സദാകാലത്തേക്കും എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. അതെ, നീതിയോടും ന്യായത്തോടും ദയയോടും കരുണയോടും കൂടെ നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. ഞാൻ വിശ്വസ്തയോടെ നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. നീ യഹോവയെ അറിയുകയും ചെയ്യും എന്ന് തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിൻ്റെ നിശ്ചയം അഭിഷിക്തന്മാരുടെ സാന്നിധ്യത്തിൽ ഇവിടെ നടക്കുവാനായിട്ടിടയായി തീർന്നല്ലോ. ആമേൻ. എൻ്റെ മുൻപിൽ പ്രസംഗിക്കുവാനായിട്ട് അധികം സമയങ്ങളില്ല, സമയം ചുരുക്കമാണ്. നമ്മൾ 11 മണിയാകുമ്പോഴാണ് ഈ ശുശ്രൂഷ ആരംഭിക്കുന്നതെന്നാണ് പറയുവാനായിട്ടിടയായി തീർന്നത്. എങ്കിലും 11:30 മണി ആയപ്പോഴാണ് ഈ ശുശ്രൂഷ ആരംഭിപ്പാനായിട്ടിടയായി തീർന്നത്. ആയതുകൊണ്ട് അധിക നേരം ഞാൻ സംസാരിക്കുവാനായിട്ട് ദൈവവചനത്തിൽ സംസാരിപ്പാനായിട്ട് സമയമെടുക്കുന്നില്ല. എങ്കിലും വിവാഹത്തെക്കുറിച്ച് 1-2 കാര്യങ്ങൾ ഓർപ്പിച്ച് വേഗത്തിൽ ദൈവസന്നിധിയിൽ ഇരിപ്പാനാണ് കർത്താവിൽ താല്പര്യപ്പെടുന്നത്. കല്യാണം ദൈവത്തിൻ്റെ ഒരു വിളിയാണ്. സ്തോത്രം. എന്തിനാണ് വിവാഹം കഴിക്കുന്നത്? ഒരു വലിയ ചോദ്യമാണ്. നമ്മളെല്ലാവരും ഓരോരുത്തരോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തിനാണ് വിവാഹം കഴിക്കുന്നത്? പല അഭിപ്രായങ്ങൾ നമ്മുടെ ഹൃദയത്തിലുണ്ട്, എന്തിനാ വിവാഹം കഴിക്കുന്നത് എന്ന്. സ്തോത്രം. എനിക്ക് ഇവരോട് ചോദിക്കുന്നത്, ഇനി 19-ാം തീയതി ഇവരുടെ വിവാഹം നടക്കുവാൻ പോവുകയാണ്, എന്തിനാണ് വിവാഹം കഴിക്കുന്നത്? സ്തോത്രം. വിവാഹം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. 7-8 കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞത് വിവരിപ്പാൻ എൻ്റെ മുമ്പിൽ സമയമില്ലാത്തത് കൊണ്ട് ഞാനത് വിവരിക്കുന്നില്ല. നിങ്ങൾ വീട്ടിൽ പോയി ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിക്കണം. എന്തിനാണ് ഞാൻ വിവാഹം കഴിച്ചത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് വളരെ ആവശ്യമാണ്. വിവാഹം കഴിച്ചവരും വിവാഹം കഴിക്കുവാൻ താല്പര്യപ്പെടുന്നവരും ഇനി വിവാഹത്തിനായിട്ട് താല്പര്യത്തോടു കൂടെ ആഗ്രഹത്തോടു കൂടെ ആയിരിക്കുന്നവരും ഒക്കെ ഇത് ചിന്തിക്കണം. ഇത് ദൈവത്താൽ സ്ഥാപിതമായതാണെന്നാണ് വിശുദ്ധ തിരുവചനത്തിൽ വായിക്കുന്നത്. 1, ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ പങ്കാളികളാകേണ്ടുന്നതിന് വേണ്ടിയാണ് നാം വിവാഹം കഴിക്കുന്നത്. നോക്കുക, എന്തിനാണ് ഞാൻ കല്യാണം കഴിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയുവാനായിട്ട് ഉണ്ടാകണം, ഇത് ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ പങ്കാളികളാകേണ്ടുന്നതിന് വേണ്ടിയാണ് നാം വിവാഹം കഴിക്കുന്നത്. 2, ദൈവിക പരിപാലനത്തിന് പങ്കാളികളാകേണ്ടുന്നതിന്. ദൈവത്തിൻ്റെ പരിപാലനത്തിന് പങ്കാളികൾ ആകേണ്ടതിന്. നമുക്കറിയാം, ദൈവം ആദാമിനെയും ഹൗവയെയും സൃഷ്ടിച്ച് ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായിട്ട് ഭൂമിയിൽ എന്ത് ചെയ്യണം? പെരുകുവാനായിട്ടാണ് ദൈവം അവരെ ഏൽപ്പിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ പങ്കാളികളാകുന്നു. ആമേൻ. ദൈവം ആമേൻ നിങ്ങൾക്ക് തലമുറകളെയൊക്കെ നൽകും. അത് ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ എന്ത് ചെയ്യുക? അതിനോട് ചേർന്ന് നാം പങ്കാളികളാകുകയാണ്. 2, ദൈവീക പരിപാലനത്തിൻ്റെ കീഴിലായിരിക്കണം. അപ്പോൾ അങ്ങനെ ആയിരിക്കുന്ന നാം നമുക്ക് നൽകുന്ന തലമുറകളെ ദൈവികമാകുന്ന പരിപാലനത്തിലും ആത്മീയ അനുഭവങ്ങളിലും വളർത്തി കർത്താവിന് നമ്മൾ അവരെ കൊള്ളാകുന്നവരാക്കി തീർക്കേണ്ടുന്നതിന് വേണ്ടിയാണ്. സ്തോത്രം. 3, കുടുംബം രക്ഷയിലേക്കുള്ളതാകുന്ന വിളിയാണ്. ഒരു കുടുംബം രക്ഷയിലേക്കുള്ള വിളി. ആമേൻ. അതെന്തിനാ? നിത്യതയിലേക്കുള്ളതാകുന്ന
ഒരു വിളിയുമാണ്. അതാണ് നമുക്ക് നോഹയെക്കുറിച്ച് പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്. അതുപോലെ യോശുവ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. നിത്യമായ രക്ഷയുടെ ശ്രേഷ്ഠകരമായ അനുഭവത്തിലേക്കുള്ളതാകുന്ന ഒരു വിളിയാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. നാലാമത്തെ കാര്യം, കുടുംബം സഹനത്തിൻ്റെ വിളിയ. സ്തോത്രം. കുടുംബം എന്ന് പറയുന്നത് സഹനത്തിൻ്റെതാകുന്ന വിളിയ. എല്ലാം സഹിക്കുവാൻ, ക്ഷമിക്കുവാൻ, പൊറുക്കുവാനുള്ളതാകുന്ന ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഒരു നല്ല മാതൃകയുള്ള, സാക്ഷ്യമുള്ള, ദൈവകൃപയുള്ള ഒരു ക്രിസ്തീയ കുടുംബജീവിതം ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ. 5, കുടുംബം ദൈവത്തിൻ്റെ മുപ്പരിച്ചരടാണ്. കുടുംബം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മുപ്പരിച്ചരടാണ്. അത് തകർക്കുവാനായിട്ട് ആർക്കും കഴിയുകയില്ല. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതത്തെ തകർക്കുവാനായിട്ട് ഒരു ശക്തിക്കും ഒരു നാളും കഴിയുകയില്ല. അപ്പം ദൈവം എപ്പോഴും നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അടുത്ത 6ാമത്തെ കാര്യം നാം പഠിക്കുമ്പം കുടുംബം എന്താണെന്നറിയാമോ? തോറ്റ് ജയിക്കുന്ന കുടുംബമാണ്. ശ്രദ്ധിക്കണമേ, കുടുംബം തോറ്റ് ജയിക്കുന്ന ദൈവമാണ്. ഭാര്യ പറയുക, നാളെ കെസിയ പറയുക, കെസിയ മോള് പറയുന്നതെല്ലാം എന്ത് ചെയ്യണം? നടന്നേ പറ്റുന്നോളെന്ന് പറഞ്ഞാൽ അത് പരാജയമായി പോവും. കേട്ടോ, തോറ്റു കൊടുത്തെങ്കിൽ മാത്രമേ ജയിക്കാൻ കഴിയുകയുള്ളൂ. ആമേൻ. റിജോ പറയുക, ആമേൻ, കെസിയ ഞാൻ പറയുന്നത് മാത്രമേ ഇവിടെ നടക്കത്തോളെന്ന് പറഞ്ഞാൽ ആ കുടുംബം ഒരിക്കലും നന്നായി പോവുകയില്ല. അപ്പം പറയുകയാണ്, കുടുംബം തോറ്റ് ജയിക്കുന്ന കുടുംബമാണ്. അടുത്ത കുടുംബം കാനാവിലെ വീടാണ്. കുടുംബം കാനാവിലെ വീടാ. നമുക്കറിയാം കാനാവിലെ വീടിനെ കുറിച്ച്. അവിടെ പോരായ്മകളൊക്കെ എന്ത് ചെയ്തു? സംഭവിച്ചു. പക്ഷേ ആ പോരായ്മയുള്ള ഭവനത്തിൽ അരുമനാഥനായ യേശു ക്രിസ്തു ഉള്ളതുകൊണ്ട് അവിടുത്തെ സകല പോരായ്മകളെയും തീർത്ത് ആ കുടുംബത്തെ അനുഗ്രഹിച്ച് ദുഃഖവും നിന്ദയും പരിഹാസങ്ങളുമായി തീരേണ്ട കുടുംബത്തിൽ, കാനാവിലെ വീട്ടിൽ യേശു കടന്നു വന്ന ആ കുടുംബത്തിൽ യേശുവിനെ ക്ഷണിച്ചു. യേശു ആ കുടുംബത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ആ ഭവനം എന്ത് ചെയ്യുന്നറിയാമോ? അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായി. അവിടുത്തെ ശൂന്യതകളെ സ്വർഗത്തിലെ ദൈവം പരിഹരിപ്പാനായിട്ടിടയായി. അടുത്ത കുടുംബം എന്ന് പറയുന്നത് ഒരു യാഗമാണ്. സ്തോത്രം. ദൈവത്തിനായിട്ട് സമർപ്പിക്കുന്നതാണ് കുടുംബജീവിതം. ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ, വാത്സല്യ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ അരുമനാഥനായ യേശു കർത്താവ് നിങ്ങളോട് കൂടെ ഉണ്ട് എങ്കിൽ നിങ്ങളൊരിക്കലും ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുകയില്ല. നമ്മുടെ ആത്മമണവാളനായ ക്രിസ്തു ആമേൻ തൻ്റെ മണവാട്ടിയാകുന്ന സഭയെ ചേർക്കുവാൻ വരും വേഗത്തിൽ. ആമേൻ. ഇന്ന് ഈ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയം ഇവിടെ ഒരു നിഴലായിട്ടാണ് നടന്നത്. പൊരുളായിട്ടുള്ള ഒരു വിവാഹം ഇവരുടെ 19-ാം തീയതി നടക്കും. ദൈവമക്കളെ, നമ്മുടെയും ഒരു വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കണം. എന്തിനാണെന്നറിയാമോ? ആമേൻ. സ്വർഗോന്നതികളെ വെടിഞ്ഞ് ഈ പാപങ്കലമാകുന്ന ലോകത്തിലേക്ക് കടന്നു വന്ന് നമ്മുടെ പാപങ്ങളും നമ്മുടെ രോഗങ്ങളും ഒക്കെ വഹിച്ച് നിത്യതയിൽ നമുക്ക് അവകാശമായി ദൈവം നൽകേണ്ടതിന് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവ് കാൽവറിയിൽ മരിച്ചു. അവൻ്റെ മണവാട്ടിയാകുന്ന ഒരു സഭയെ വിവാഹ നിശ്ചയം ചെയ്തു. ഇനി താമസമില്ല. വേഗത്തിൽ പ്രാണപ്രിയനാകുന്ന യേശു കർത്താവ് തനിക്ക് വേണ്ടി വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നതാകുന്ന മണവാട്ടിയെ ചേർക്കുവാൻ വേഗത്തിൽ വരും. ഇന്ന് പകൽക്കാലം ആത്മമണവാളനായ യേശു ക്രിസ്തുവിനോടുകൂടെ വിവാഹ നിശ്ചയം ചെയ്യപ്പെടാത്ത ആരെങ്കിലും ഈ വിവാഹ ശുശ്രൂഷയിൽ ഇന്ന് പകൽക്കാലം സംബന്ധിക്കുന്നുണ്ടെങ്കിൽ ദൈവമക്കളെ, നിങ്ങളൊരു കാര്യം ഓർത്തുകൊള്ളുക. താമസമില്ല, ഒരു വിവാഹം നടക്കുവാൻ പോകുകയാണ്. അതിൻ്റെ മണവാളൻ ആരാണെന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തുവാ. മണവാട്ടി ആരാണെന്ന് ചോദിച്ചാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപെട്ട് വിശുദ്ധകരമാകുന്ന ജീവിതം ചെയ്യുന്നതാ ഓരോ വ്യക്തികളുമാണ് മണവാട്ടി.
ആ മണവാളൻ നമ്മെ വിവാഹം ചെയ്ത് നിത്യതയിലേക്ക് നമ്മെ കൊണ്ടുപോകും. അതുകൊണ്ടാണ് യേശു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം കർത്താവ് ഇങ്ങനെ പറയുന്നു, ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ എൻ്റെ അടുക്ക ചേർത്തുകൊള്ളും, ഞാൻ നിങ്ങൾക്ക് ഭവനം ഒരുക്കുവാനായിട്ട് പോകുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവിനെ സ്വീകരിപ്പാൻ, കർത്താവിൻ്റെ മണവാട്ടിയായി തീരേണ്ടതിന് ഇന്നും പകൽക്കാലം ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ആ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെട്ടിട്ടില്ല എങ്കിൽ ഈ പകൽക്കാലം പ്രിയ ദൈവമക്കളെ അതിനായിട്ട് ഒരുങ്ങാം. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ കുടുംബജീവിതവും ധന്യവും അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കും. ചർച്ച് ഓഫ് ഗോഡ് പന്തളം സെൻറ്ററിൻ്റെയും ഞങ്ങളുടെ പന്തളം സഭയുടെയും ഞാൻ പ്രദാനം ചെയ്യുന്ന ചർച്ച് ഓഫ് ഗോഡ് സ്റ്റേറ്റ് കൗൺസിലിൻ്റെയും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും എല്ലാ ആശംസകളും പ്രാർത്ഥനകളും ഇത്തരണത്തിൽ നിങ്ങൾക്ക് നേരുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് മാതൃകയുള്ള, സാക്ഷ്യമുള്ള, കർത്താവിന് പ്രയോജനമുള്ള നല്ലൊരു കുടുംബജീവിതം ചെയ്ത് നിത്യതയ്ക്കായി ഒരുങ്ങാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല ആത്മീയ ദൂതകൾ പറഞ്ഞെന്ന് കർത്താവിൻ്റെ ദാസന് ഒത്തിരി നന്ദി പറയുന്നു. സമയം വളരെ വൈകിയതുകൊണ്ട് പാട്ടുകാർ വളരെ ചുരുക്കമായി പാടി ഈ ശുശ്രൂഷ അവസാനിപ്പിക്കും. അതിന് പിന്നാലെ ചില ആശംസകൾ പറയാനായിട്ടുണ്ട്. ആ കാര്യം ഓർപ്പിക്കുന്നു. അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. ജീവിത ശൂന്യതയിൽ നടുവിൽ നിറവായി അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി
അനുഗ്രഹിക്കുമാറാകട്ടെ. ആശംസകൾ പറയുന്നവര് ഒരു മിനിറ്റിൽ കവിയാതെ പറയുവാനായിട്ട് കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. പന്തളം ഡിസ്ട്രിക്റ്റിൻ്റെ മുൻ ഡിസ്ട്രിക്ട് പാസ്സായിരുന്ന സൗമേൽ ഫിലിപ്പ് അവറുകൾ, അതുപോലെ തന്നെ അനീഷ് കാവാലം പാസ്റ്റർ, ജെയിംസ് മാത്യു പാസ്റ്റർ, ഈ പ്രിയപ്പെട്ടവർ മുന്നോട്ട് വന്ന് ചുരുക്കം വാക്കുകൾ ഓർപ്പിക്കുന്നതാണ്. ഞാൻ വളരെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഒരു കുടുംബമാണ് പ്രിയ ഷാജി പാസ്റ്ററുടെയും റിനിയുടെയും കുടുംബം. പന്തളം സെൻറ്ററിൻ്റെ ശുശ്രൂഷയിലായിരിക്കുമ്പോഴാണ് ഞങ്ങളെല്ലാം സങ്കടത്തിലാക്കി, ആ കുടുംബത്തെ തീരാ നഷ്ടത്തിലാക്കി സൗദി അറേബ്യയിൽ ജോലിയും ശുശ്രൂഷയോടുമൊക്കെയുള്ള ബന്ധത്തിലായിരുന്ന പ്രിയ ഷാജി പാസ്റ്റർ ഈ ലോകത്തിലെ തൻ്റെ ജീവിതം പൂർത്തീകരിച്ച് ദൈവനിയോഗം പോലെ നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടത്. അന്ന് കുന്നുകുഴി സഭയുടെ ശുശ്രൂഷകനായിരുന്നത് ബിജു ജോയി പാസ്റ്ററാണ്. ഈ സെൻറ്ററിൻ്റെ ശുശ്രൂഷയിൽ ഞാനുമായിരുന്നു. ആ സാഹചര്യങ്ങളൊക്കെ കടന്നുപോയത് ഞങ്ങൾ ഈ അവസരത്തിൽ ഓർക്കുന്നു. കുഞ്ഞുങ്ങളെ പരിചരിക്കുന്നതിലും കുടുംബത്തെ പാലിക്കുന്നതിലും അദ്ദേഹം വളരെ ഉത്സുകനായിരുന്നു. ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുൻപിലും ശിരസ് നമിച്ചുകൊണ്ട് ഇന്ന് വിവാഹത്തിന് വേണ്ടി എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രിയമോനെ റിജോ, പ്രിയമോളെ കസിയ, 139 സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നു: നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതി വച്ചിരുന്നു. ഞാനിവിടെ നിന്ന് നോക്കിയപ്പോൾ റിജയുടെ അമ്മയെയും കെസിയായെയും കൂടെ ഞാനൊന്ന് നോക്കി. എനിക്ക് തോന്നുന്നു റെനിയേക്കായിൽ ഒരു കട്ട് വരുന്നത് അവർ തമ്മിലാണെന്ന് എനിക്കങ്ങ് തോന്നിപ്പോയി. അങ്ങനെ തോന്നിയവരാരെങ്കിലും ഉണ്ടെങ്കിൽ സന്തോഷിച്ചോ, തോന്നാത്തവരുണ്ടെങ്കിൽ ഇത് കഴിയുമ്പം ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോൾ ഒന്ന് നോക്കിയാൽ മതി, അപ്പം അത് മനസ്സിലാവും. റിജോ ജനിക്കുമ്പോൾ തന്നെ റിജോയ്ക്ക് വേണ്ടി ഒരു കെസിയായ ദൈവം ഒരുക്കി. കെസിയ ജനിക്കുമ്പോൾ തന്നെ ഈ റിജോയെ കെസിയായ്ക്ക് വേണ്ടി ഒരുക്കി. നിങ്ങളുടെ ജീവിതത്തിൽ സുഖദുഃഖങ്ങളുണ്ടാവാം, ആ സമയത്ത് ഓർക്കേണ്ടത് അതാണ്. ഒന്നുമില്ലാതിരുന്ന നാളിൽ, നിയമിക്കപ്പെട്ട ഒന്നുമില്ലാതിരുന്ന നാളിൽ എനിക്ക് വേണ്ടി കെസിയയാണ് ദൈവം ഒരുക്കിയത് എന്ന ബോധ്യമുണ്ടെങ്കിൽ മോനെ, കെസിയായിൽ എന്തെങ്കിലും ഒരു പോരായ്മ, നീ വിചാരിക്കുന്നത് പോലെയുള്ള ആ ഒരു തൃപ്തി വരുന്ന ഒരു സാഹചര്യം ഇല്ലാതിരിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായാൽ പോലും അതിനെ പരിഹരിക്കുവാൻ നിനക്ക് കഴിയും. മോളെ കസിയ, ഞാൻ ജനിച്ചപ്പോൾ ഈ റിജോയാണ്, എന്താ വിളിക്കാൻ പോകുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല, ഈ റിജോയാണ് എനിക്ക് വേണ്ടി ദൈവം തമ്പുരാൻ ഒരുക്കിയിരിക്കുന്നത് എന്ന ബോധ്യം നിനക്കുണ്ടെങ്കിൽ റിജോയിൽ നിന്ന് ഇച്ചിരി ദേഷ്യമോ, ഞങ്ങൾ ആണുങ്ങളൊക്കെ ഇച്ചിരി ദേഷ്യപ്പെടുന്നവരൊക്കെയാണ്, ഇച്ചിരി കനമൊക്കെ ഉള്ളവരാ, ഇച്ചിരി തലക്കനമൊക്കെ ചിലപ്പോൾ കാണിക്കും, എല്ലായ്പ്പോഴും ഒന്നുമില്ല, ചിലപ്പോഴേ കാണിക്കുള്ളൂ. അത് ഇച്ചിരി കഴിയുന്ന പറഞ്ഞാൽ അതങ്ങ് മാറുകയും ചെയ്യും, അത് അങ്ങലിയും ചെയ്യും. അങ്ങനെയാണ്, കാരണം ഞങ്ങളെ മണ്ണ് കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്, നിങ്ങളെ അസ്ഥി കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്, അതുകൊണ്ട് അപ്പം ഞങ്ങളങ്ങ് അലിഞ്ഞു പോകും. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഈ വിവാഹ ജീവിതത്തിലേക്ക് 19-ാം തീയതി പ്രവേശിക്കാൻ പോകുന്ന പ്രിയ റിജോ, പ്രിയ മോളെ കസിയ, നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും സ്വർഗത്തിലെ ദൈവം നൽകുമാറാകട്ടെ എന്ന് എൻ്റെയും കുടുംബത്തിൻ്റെയും ഞാൻ ആയിരിക്കുന്ന വാകത്താനം സെൻറ്ററിൻ്റെയും സഭയുടെയും എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടി ഉണ്ടായിരിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. വിവാഹ നിശ്ചയത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന വാത്സല്യ മകനെയും മകളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. രാവിലെ ഒരു ദുഃഖഭവനത്തിൽ പോകേണ്ടത് കൊണ്ടാണ് അല്പം വൈകിപ്പോയത്. ഈ പ്രിയ മകളുടെ പിതാവ് ഞാനും വളരെ സ്നേഹിതരായിരുന്നു, ഷായിച്ചാന്. വിശേഷിച്ച് കുമ്പിയിലത്തെ ഭവനത്തിലുള്ള എല്ലാവരും, ജോയിക്കട്ട് പാസ്റ്റർ അടക്കമുള്ള ബഹുമാന്യർ. രാജൻ പാസ്റ്റർ വിളിച്ച് പറയുമ്പോൾ ഞാൻ 2 ദിവസം മുമ്പ് വേറൊരു രാജ്യത്തായിരുന്നു. ഇന്ന് വൈകിട്ട് കൺവെൻഷൻ ഉള്ളതുകൊണ്ട് ഇന്നലെ രാത്രിയിലെത്തി. ഈ ശുശ്രൂഷയിൽ സംബന്ധിപ്പാൻ അതിയായിട്ട് ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. സംബന്ധിപ്പാനിടയായതിൽ ദൈവത്തിന് മഹത്വം. ഷായിച്ചാനുമായുള്ള ബന്ധം വളരെ ആത്മീക ബന്ധം ദൃഢമാണ്. അതുകൊണ്ട് വിവാഹ ശുശ്രൂഷയിൽ സംബന്ധിപ്പാൻ ആഗ്രഹിക്കുന്നു. അന്നേരം ആശംസയ്ക്ക് സമയം കിട്ടുകയാണെങ്കിൽ പറയാം.
ഇപ്പം ഇത് മതി. പ്രൈസല്ല, അദ്ദേഹം ഒത്തിരി അനുഗ്രഹിക്കുമാറാകട്ടെ. ജെയിംസ് മാത്യു പാസ്റ്റർ. കർത്താവിന് മഹത്വം. യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു സന്തോഷത്തിൻ്റെ ദിവസമാണ്. പ്രിയപ്പെട്ട ഷാജി റെനി 24 വർഷം മുമ്പ് ഈ കുടുംബത്തെ പരിചയപ്പെടുവാൻ കഴിഞ്ഞ അന്ന് മുതലുള്ള ബന്ധമാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ഈ പ്രിയപ്പെട്ട ഷാജി വള്ളികുന്നം കാവിലെ ഭവനത്തിലെ ഇളയ മകനാണ്. ആ കാവിലെ ഫാമിലിയിലുള്ള എല്ലാവരുമായിട്ട് എനിക്ക് അഭേദ്യമായ ബന്ധമുണ്ട്. മൂത്ത സഹോദരൻ ബാബുച്ചേന്, രാജു, അതുപോലെ ബേബി, അലക്സ്, സഹോദരിമാർ 3 പേരുണ്ട്. അവരും എൻ്റെ ഏറ്റവും അടുത്ത ബന്ധം ഉള്ള പ്രിയപ്പെട്ടവരാണ്. ആ ഭവനത്തിലെ ഇളയ മകനായിരുന്നു പ്രിയ ഷാജി. ഞാനൊരു പാസ്റ്ററായിട്ട് അവരുടെ ചർച്ച ചെല്ലുമ്പോൾ ഷാജി സൗദി അറേബ്യ ജോലി ചെയ്യുന്ന ഒരു ജോലിക്കാരനായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് അവിടെയുള്ള സഭാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുവാൻ എനിക്കും ഷാജിക്കും അവസരം ലഭിച്ചു. കർത്താവിൻ്റെ ദാസൻ്റെ അത്യുത്സാഹമായ അവിടെയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവം കർത്താവിൻ്റെ ദാസൻ്റെ വേല പൂർത്തീകരിച്ച് നിത്യതയിൽ തനിക്ക് പ്രവേശനം ലഭിച്ചു. താൻ നിത്യതയിൽ വിശ്രമിക്കുന്നു. ഈ സന്തോഷവേളയിൽ തൻ്റെ അസാന്നിധ്യത്തിൽ കർത്താവിൻ്റെ ദാസി റെനിക്ക് ഈ കുഞ്ഞുങ്ങളെ 2 പേരെയും നന്നായി പഠിപ്പിച്ച് കർത്താവിന് വേണ്ടി ഒരുക്കി ഈ വേദിയിൽ കൊണ്ടുവരുവാൻ കൃപ കൊടുത്തതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കസിയ മോള് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുഞ്ഞുങ്ങളിൽ ഒരാളാണ്. അവൾ നഴ്സിംഗ് പഠിച്ച കോളേജിലും ഞാനിരുന്ന സഭകളിലെ കുഞ്ഞുങ്ങളുണ്ട്. കസിയയെക്കുറിച്ച് അവർ പറയുമ്പോൾ എനിക്കെപ്പോഴും അഭിമാനം തോന്നാറുണ്ട്. ഞാൻ ഈ വേദിയിൽ ഇത് പറഞ്ഞത് റിജോ നിശ്ചയമായും അനുഗ്രഹിക്കപ്പെട്ടവനാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു യുവതിയെ തന്നെയാണ് ദൈവം ഒരുക്കിയിരിക്കുന്നത്. അടുത്ത തിങ്കളാഴ്ച നിങ്ങൾ കുടുംബജീവിതത്തിൽ പ്രവേശിച്ച് അനുഗ്രഹീതമായ ഒരു കുടുംബജീവിതം നയിച്ച് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാ ദിവസവും പ്രാർത്ഥനയോട് നിങ്ങളുടെ ജീവിതത്തിൽ ആരംഭിക്കുന്ന ജീവിതത്തിൽ ഓർത്തിരിക്കേണ്ട അതിപ്രധാനമായ 3 കാര്യങ്ങൾ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ദൈവമാണ് നിങ്ങളെ കൂട്ടി യോജിപ്പിച്ചത് എന്ന ചിന്ത എപ്പോഴും ജീവിതത്തെ ഭരിക്കുവാനിടയാകട്ടെ. രണ്ടാമത്, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രതീക്ഷിക്കുന്നത് ഒരു വിശുദ്ധമായ ബന്ധമാണ്. കുടുംബജീവിതത്തിൽ ഒരിക്കലും ഒരു അശുദ്ധിക്ക് സ്ഥാനം ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ 2 പേരും ജീവിതം ആരംഭിക്കുമ്പോൾ മുതൽ അവസാനിക്കുന്നത് വരെ അവസാനിക്കാത്ത ഒരു ഉറപ്പേറിയ ബന്ധമാണ് ദൈവം നിങ്ങൾക്ക് സമ്മാനിച്ചിരിക്കുന്നതെന്നുള്ള ബോധ്യം മൂന്നാമത് നിങ്ങളെ ഭരിക്കുവാൻ ഇടയാകട്ടെ. ഈ പ്രത്യേക സമയത്തിന് പരിമിതി കൊണ്ട് പല കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും എൻ്റെ വാക്കുകളിലൂടെ ഉപസംഹരിക്കുന്നു. എനിക്ക് ഇങ്ങനൊരവസരം തന്നവരോട് നന്ദി അറിയിക്കുന്നു. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാ ആശംസകളും ഞാനിവിടെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് എൻ്റെ കുഞ്ഞുങ്ങൾ 2 പേരും ഈ വിവാഹത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ ഈ കാര്യങ്ങളെക്കുറിച്ച് എന്നോട് അന്വേഷിച്ചു. സാം ഷാർജയിൽ ഫാമിലിയായിട്ട് താമസിക്കുന്നു. ജോമോൻ അവനും ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നു. പ്രിയപ്പെട്ടവരുടെയും പ്രത്യേക ആശംസകളുടെ അഡ്വാൻസായിട്ട് നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ ഞങ്ങൾ അറിയിക്കുന്നു. കൂടാതെ എൻ്റെ അളിയനും വള്ളികുന്നം സഭയുള്ള ബന്ധത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യാഗ്രഹം വള്ളികുന്നത്താണ്. അതുപോലെ ബഥേൽ ബൈബിൾ കോളേജിലെ വൈസ് പ്രിൻസിപ്പലും കൂടെയാണ് ഡോക്ടർ ഡി മാത്യു സാർ. അദ്ദേഹം ഈ വേദിയിൽ ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം രാവിലെ വിളിച്ച് അദ്ദേഹത്തിൻ്റെയും ആശംസ ഈ കുടുംബത്തെ അറിയിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ഒത്തിരി നന്ദി പറയുന്നു. അവസാനം ഓട്ടത്താംസാണ് രാജു ഡേവിഡ് മുന്നോട്ട് വന്ന് ചില വാക്കുകൾ അർപ്പിക്കുന്നു. അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാകട്ടെ. ആദ്യമായിട്ട് ഈ വിവാഹ നിശ്ചയത്തിൻ്റെ ഇത്രയും കാര്യങ്ങൾ അനുഗ്രഹപ്പെട്ട് നടത്തുവാൻ സഹായിച്ച സർവ്വവല്ലഭനായ ദൈവത്തിന് ആദ്യമേ തന്നെ സകലവും നന്ദിയും കരയേറ്റുന്നു. അതിന് ഇവിടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന പ്രിയ കർത്താവ് ദാസന്മാർ എല്ലാവരും പേരെടുത്ത് പറയുവാനായിട്ട് എൻ്റെ മുന്നിൽ സമയമില്ല. അവരെ ഓർത്ത് അവർക്കും ദൈവനാമത്തിലുള്ള നന്ദിയും ഞങ്ങളുടെ കുടുംബമായുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഇന്ന് പൽക്കാലം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച്
ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ കടന്നു വന്നിരിക്കുന്ന നല്ലവരായ നാട്ടുകാർ, കുടുംബാംഗങ്ങൾ, പ്രിയ റീനയുടെ സൗരീസന്മാർ, കുടുംബങ്ങൾ, ഞങ്ങളുടെ വള്ളുകുന്നം, ഞങ്ങളുടെ അപ്പൻ്റെ, ഞങ്ങളുടെ കുടുംബങ്ങൾ എല്ലാവരെയും, അതുപോലെ നല്ലവരായ എല്ലാ നാട്ടുകാരെയും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് തൽക്കാലം ഈ ഹോള് ഞങ്ങൾക്ക് വേണ്ടി അനുവദിച്ചു തന്ന ഏദൻ ഗാർഡൻ അതിൻ്റെ മാനേജ്മെൻറ്റിന് ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്ന് അനുഗ്രഹപ്പെട്ട പാട്ടുകൾ പാടി ഞങ്ങളെ സഹായിച്ച സ്പിരിച്വൽ വോയിസ് അടൂർ, അവർക്കും ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു. തൽക്കാലം ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കുന്ന അക്സ കാറ്ററിംഗ്, അവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനം നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം, കണ്ണുകളെ അടച്ച്. എല്ലാ ദൈവമക്കളും അതേ കുഞ്ഞുങ്ങളുടെ അതേ വിവാഹ നിശ്ചയത്തിൽ സംബന്ധിപ്പാനിടയായിത്തുന്നല്ലോ. 19 നടക്കുന്ന വിവാഹം ഏറ്റവും അനുഗ്രഹമായി പരിശുദ്ധാത്മാവിൻ്റെ അതേ നിയോഗവും ആശീർവാദവും അനുഗ്രഹവും എല്ലാ തലങ്ങളിലും അതേ ഉണ്ടാകേണ്ടതിനായി, ഇരുഭവനങ്ങളെയും ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി എല്ലാ ദൈവമക്കളും അതേ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ചച്ചക്കുണ്ട് സീനിയർ പാസ്റ്ററായിരിക്കുന്ന KB ജോയ്ക്കുട്ടി പാസ്റ്റർ, കുന്നിക്കുഴി ചർച്ചിൻ്റെ മെമ്പർ കൂടിയാണ്, വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ദാസൻ മുന്നോട്ട് വന്ന് പ്രാർത്ഥിക്കുകയും ആശീർവാദം പറയുകയും ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ ശുശ്രൂഷ, നമ്മുടെ വാത്സല്യ കുഞ്ഞുങ്ങളുടെ എൻഗേജ്മെൻറ്റ് നാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പോലെ, ആഗ്രഹിച്ചതുപോലെ ഇവിടെ വെച്ച് വളരെ മനോഹരമായി നിർവഹിക്കപ്പെടുവാൻ സർവശക്തനായ ദൈവം നമുക്ക് സഹായിച്ചത് ഓർത്ത് നമ്മുടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം നീ ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന ദുഃഖങ്ങളിൽ ദൈവം നമുക്ക് ആശ്വാസം നൽകുന്ന ദൈവമാണ്. പാട്ടുകാരൻ പാടിയിട്ടുള്ളതുപോലെ, തോരാത്ത മഴയില്ല, എല്ലാ മഴയും തോരും. അടങ്ങാത്ത കാറ്റില്ല, എല്ലാ കാറ്റും അടങ്ങും. പുലരാത്ത രാവില്ല, എല്ലാ രാവും പുലരും. എല്ലാ വേദനയും അസ്തമിക്കും. തൻ്റെ കുഞ്ഞുങ്ങൾ കടന്നുപോയ ദുഃഖങ്ങളുടെയും വേദനയുടെയും നടുവിലൂടെ ദൈവം അവരെ കൈപിടിച്ച് നടത്തിയല്ലോ. ഇന്ന് പ്രിയ മകൾ കെസിയായിക്ക് ഒരു വിശ്രമ സ്ഥാനം ദൈവം ഒരുക്കിയതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രിയ റിജോയ്ക്ക് തക്ക ഒരു തുണയെ ദൈവം ഒരുക്കുന്നതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇരു കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. സ്വർഗത്തിലും ഭൂമിക്കും സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മോശ മരിച്ചു മൺമറഞ്ഞെങ്കിലും ഞങ്ങളുടെ ദൈവം മരിച്ചു മറിഞ്ഞില്ല എന്ന് യോശുവയോട് ദൈവം സംസാരിച്ചപ്പോൾ ഞങ്ങൾക്കത് മനസ്സിലാകുന്നു. ഉസിയാവ് മരിച്ചുപോയി എങ്കിലും ദൈവം മരിച്ചില്ല എന്ന് യെശയ്യാവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തെ കണ്ടപ്പോൾ മനസ്സിലായതുപോലെ ദുഃഖങ്ങളുടെ താഴ്വരയിലൂടെ, വേദനയുടെ അനുഭവത്തിലൂടെ, വേർപാടിൻ്റെ കണ്ണുനീരിൻ്റെ സങ്കടങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോഴും ഞങ്ങളെ കൈവിടാത്തൊരു ദൈവം, ഞങ്ങളെ ആദരിക്കുന്നൊരു ദൈവം, ഞങ്ങളുടെ ഹൃദയത്തെ എൻ്റെ നുറുക്കങ്ങളെ അറിയുന്നൊരു ദൈവം, തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയത്തെ നിരസിക്കാത്തൊരു ദൈവം, അനാഥന്മാർക്ക് പിതാവായ ദൈവം, വിധവമാർക്ക് ന്യായപാലകനായ ദൈവം, സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താത്ത ദൈവം ഞങ്ങളോട് കൂടെ ഉണ്ട് എന്നുള്ളത് ഇന്ന് പകൽക്കാലം ഒരിക്കൽ കൂടെ അനുഭവിച്ചറിയുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തന്നതോർത്ത് നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കെസിയ മോൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവൾക്ക് ലോകപ്രകാരം പിതാവ് നഷ്ടപ്പെട്ടെങ്കിലും ഞാൻ നിന്നെ ഒരു നാളും അനാഥയായി വിടുകയില്ല എന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം നീ അവളെ കരം പിടിച്ച് ഇവിടെ വരെ കൊണ്ടുവന്നതിനാൽ, നല്ല വിദ്യാഭ്യാസം നൽകിയതിനാൽ, ഒരു ദുഷ്ടനും അവളെ തൊടാതെ അവൾ പഠിച്ച സ്ഥാപനത്തിൽ, അവൾ വളർന്ന സ്ഥാപനത്തിൽ, അവൾ ആയിരുന്ന മണ്ഡലങ്ങളിൽ ഒരു ദുഷ്ടനും അവളെ തൊടുവാൻ സമ്മതിക്കാതെ ഈ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദിയിൽ നീ അവളെ എത്തിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു. പ്രിയ റിജോയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വഷളത്വമുള്ള ലോകത്തിൽ അത് നശിച്ചു പോകുന്ന തലമുറയിൽ ഒരു മാതൃകാ പുരുഷനായി, അനുഗ്രഹിക്കപ്പെട്ട ഒരു പൈതലായി ഇന്ന് ഈ വേദിയിൽ കടന്നു വരുവാൻ നീ അവൻ ഇടയാക്കിയതോർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു.
പ്രിയർ, എനിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല ഒരു മാതാവായി, കുഞ്ഞുങ്ങൾക്കൊരു അനുഗ്രഹമായി, നല്ല പക്വതയോടെ, നല്ല ഭക്തിയോടെ, നല്ല ശാന്തതയോടെ, നല്ല സൗമ്യതയോടെ, കാര്യഗൗരവത്തോടെ കാര്യങ്ങൾ നടത്തുവാനുള്ള കൃപ നീ അവളുടെ മേൽ പകർന്നതിനായി നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇളയ പൈതലിനായി പ്രാർത്ഥിക്കുന്നു. അവളെ അനുഗ്രഹിക്കണമേ. റിജോയുടെ പേരൻസിനായി സ്തോത്രം, കർത്തൃദാസന്മാർക്കായി സ്തോത്രം, ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന സകല ദൈവദാസന്മാർക്കായി സ്തോത്രം, ശുശ്രൂഷയുടെ വിവിധ ഭാഗങ്ങൾ കൈകാര്യം ചെയ്ത ദൈവദാസന്മാർക്കായി സ്തുതിക്കുന്നു. കർത്താവെ, ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവരുവാൻ ഞങ്ങൾ ഒന്നുമില്ല കർത്താവേ. ഇത്രയാഴമായി ഞങ്ങളെ സ്നേഹിപ്പാൻ, ഇത്രയാഴമായി ഞങ്ങളെ കരുതുവാൻ, ഇത്രത്തോളം ഞങ്ങളെ മാനിക്കുവാൻ ഞങ്ങൾ ആരുമല്ല, ഒന്നുമല്ല, ഏതുമല്ല കർത്താവേ. അങ്ങയുടെ വിലയേറിയ കൃപകൾക്കായി സ്തുതിക്കുന്നു. 19-ാം തീയതി നടക്കുന്ന വിവാഹ ശുശ്രൂഷ മാത്രമല്ല, വിവാഹാനന്തര ജീവിതം, അവരുടെ കുടുംബ ജീവിതം കർത്താവേ ഏറ്റവും ശ്രേഷ്ഠമായി, മാതൃകാപരമായി, വിജയകരമായി ചെയ്യുവാൻ നീ അവർക്കിടയാക്കി തീർക്കണമേ. ഇവിടെ കർത്താവേ, അവിടുത്തെ ദാസന്മാരുടെ കേൾപ്പിച്ച വചനം പോലെ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി ഞങ്ങളെ ഏൽപ്പിക്കുവാൻ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കയാൽ ആത്മമണവാളനായ കർത്താവിന്റെ വരവിനെ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന വിശുദ്ധ മണവാട്ടിയായി ശോഭയോടെ, വിശുദ്ധിയോടെ, പ്രത്യാശയോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ഇവിടെ വന്ന നിമിഷം മുതൽ ഇതുവരെയും അങ്ങയുടെ സാന്നിധ്യം തന്നെ ഞങ്ങളെ അനുഗ്രഹിച്ചു. കാനാവിലെ കല്യാണ ഭവനത്തിൽ എഴുന്നള്ളി പോരായ്മകൾ പരിഹരിച്ച് ദൈവമഹത്വം വെളിപ്പെടുത്തിയതുപോലെ ഈ ശുശ്രൂഷകളിൽ ദൈവത്തിന്റെ മഹത്വം പിന്നെയും വെളിപ്പെടുത്തണമേ. അങ്ങയുടെ വരവിനായി ഞങ്ങളെ ഒരുക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ മഹത്വമേറിയ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, കൃപയോടെ കേൾക്കുമാറാകണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ച് നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും സഹവാസവും വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വാത്സ്യ കുഞ്ഞുങ്ങളോടും കുടുംബങ്ങളോടും നാം എല്ലാവരോടും ഓർത്ത് പ്രാർത്ഥിച്ച സകല കാര്യങ്ങളോടും കൂടെയും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഇന്ന് നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, 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 ആമേൻ. നമുക്കൊരു നിമിഷം ഫുഡിന് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ വാത്സല്യ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയം വളരെ അനുഗ്രഹമായി ഇവിടെ കഥാപാശ്രവദിപ്പവൻ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവിധമായ ദൈവത്തിൻ്റെ അനുഗ്രഹം ദൈവം പകരുമാറാകണമേ. ഈ ഭക്ഷണങ്ങളെ ദൈവം അനുഗ്രഹിച്ചാട്ട് സ്വർഗീയ അനുഗ്രഹങ്ങളെല്ലാം ദൈവം കൊടുക്കേണ്ടതിനായി ഞങ്ങൾ തിരുമിട്ട് പ്രാർത്ഥിക്കുന്നു. മഹത്വമെല്ലാം കഥാവിന് അർപ്പിക്കുന്നു. ധന്യനായ യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന പിതാവേ, കേൾക്കുമാറാകണമേ. Hallelujah.
God sent His Son. They called Him Jesus. He came to love, heal, and forgive. He lived and died to buy my pardon. An empty grave is there to
think of all the years I wanna be with you. Wake up every morning with you in my bed. That's precisely what I plan to do. And you know one of these days when I get my money right, buy you everything and show you all the finer things in life. Will forever be enough, so there ain't no need to rush. But one day I won't be able to ask you loud enough. I'll say, will you marry me? I swear that I will mean it. I say, will you marry me? Sing it. Oh yeah. How many girls in the world can make me feel like this? Baby, I don't never plan to find